Hello. So, we'll start it along. So, we are going to discuss the physics question paper. We group physics question paper share it and solve it. Okay? So, the first question was, and then the first question, how many 10 ohm resistors will connect parallel to get an effective resistance which is equal to the effective resistance when 5 resistors, each of 5 ohm connecting parallel to each other? In the question choichadu, question endha parnathu 5 ohm resistance ulla 5 resistors undu. Ee 5 resistors ine parallel aayittu connect cheyidappo oru resistance kitti. Okay? Appo idupolathe 10 ohm resistor ulla etra 10 resistors വേണ്ടി വരും ഇതേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ എങ്ങനെ കാണും? ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് എന്ത് 5 ഓം റെസിസ്റ്റർ ഉള്ള 5 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ്, ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് കാണുക? പാരലൽ റെസിസ്റ്റൻസ്, പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യൽ എങ്ങനെയാണ് റെസിസ്റ്റേഴ്സിനെ? സീരീസ് ആയിട്ട് എങ്ങനെയാണ് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുക? സീരീസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യും അല്ലേ? പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ കണക്ട് ചെയ്യും നമ്മൾ, റൈറ്റ്? സോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ ഉണ്ടാവുക? അവരുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണോ അത് ആഡപ്പ് ചെയ്ത റെസിസ്റ്റർ വാല്യൂ ആയിരിക്കും എന്തിനുണ്ടാവുക? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലുണ്ടാവുക. സോ ആർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എറ്റ്സെട്ര, ദാറ്റ് ഇസ് NR ഇൻ ദ കേസ് ഓഫ് series connection. ഇനി പാരലൽ ആണെങ്കിലോ, പാരലൽ കണക്ഷനിൽ we have 1 by R effective is equal to 1 by R1 plus 1 by R2 plus etc. അപ്പോൾ എത്ര റെസിസ്റ്റർ ഉണ്ട്? നമുക്കിപ്പോൾ 5 റെസിസ്റ്ററാണ് ആദ്യം തന്നത്. അപ്പോൾ 5 റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ 1 by R1 plus 1 by R2 plus 1 by R3 plus 1 by R4 plus 1 by R5 ചെയ്യും. അപ്പോൾ എത്രയുണ്ട്? 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 1 by R, റൈറ്റ്? R ഈക്വൽ ആണെങ്കിൽ it is 5 into 1 by R എന്ന് വരും. ഓക്കെ, അപ്പോൾ 5 into 1 by R എന്ന് പറഞ്ഞാൽ എന്താ? N into 1 by R അല്ലേ? സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ we have N by R. അപ്പോൾ സീരീസിലാണെങ്കിൽ സെയിം റെസിസ്റ്റൻ്റ് എമൗണ്ട് ആണെങ്കിൽ സീരീസിൽ എന്താ വരിക? എഫക്റ്റീവ് റെസിസ്റ്റൻസ് is equal to NR. ഓക്കെ, സീരീസ് റെസിസ്റ്റൻസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് is equal to NR എന്ന് വരും. ഇനി പാരലൽ റെസിസ്റ്റൻസ് ആണെങ്കിലോ 1 by R എഫക്റ്റീവ് is equal to N into 1 by R എന്ന് വരും. 1 by എത്രയാണോ Rൻ്റെ വാല്യൂ അത് വരും. സോ വി ഹാവ് പാരലൽ റെസിസ്റ്റൻസിൻ്റെ സമയത്ത് വി ഹാവ് 1 by R എഫക്റ്റീവ്, 1 by R എഫക്റ്റീവ് is equal to N into 1 by R എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്?
ക്വസ്റ്റ്യനിൽ പറഞ്ഞു 5 ഓം റെസിസ്റ്റൻസ് ഉള്ള 5 റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഒരു റെസിസ്റ്റൻസ് കിട്ടി. അതെത്ര കിട്ടും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യില്ല. എങ്ങനെയാ പാരലലായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ഓക്കെ, സോ ഹിയർ ഇസ് 1 റെസിസ്റ്റൻസ്, another one, 5 റെസിസ്റ്റൻസ് ആയി. ഓക്കെ, ഈ 5 റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാ? 5 ഓം. ഓക്കെ, ദിസ് ഈസ് 5 ഓം, ദിസ് ഈസ് 5 ഓം, ഇതെല്ലാം 5 ഓം ആയിരിക്കും. 5 റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 5 ഓം ആയിരിക്കും. ഓക്കെ, സോ ദിസ് 5 ഓമിനെ നമ്മൾ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാടാ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R effective is equal to 1/R into 5 എന്ന് വരും. റൈറ്റ്, 1/R into 5 എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാ? 5 ഓംസ് ആണ്. റൈറ്റ്, 5 ഓംസ്. സോ 5 into 1/5 എന്ന് വരും. ദാറ്റ് ഈസ് 1 ഓം. അപ്പോൾ 5 ഓം റെസിസ്റ്റർ ഉള്ള 5 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ഓം നമുക്ക് എന്ത് കിട്ടി? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ 10 ഓം റെസിസ്റ്റൻസ് ഉള്ള 10 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടണം? 1 ഓം തന്നെ കിട്ടണം. ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1/R effective ഈസ് ഈക്വൽ ടു എന്നെ നമുക്കറിയില്ല അല്ലേ? n/R ആണ് നമ്മുടെ ഫോർമുല. ബട്ട് എന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല. സോ n ഈസ് ഈക്വൽ ടു നമ്മൾ കുഴിച്ചു വിടാം. അപ്പം n ഇൻറ്റു എത്ര നമ്മുടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഓം. സോ n ഇൻറ്റു 1/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഓം. റൈറ്റ്, സോ n/10 ഈസ് ഈക്വൽ ടു 1 ഓം. സോ n ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 10 ഓം എന്ന് വരും. ഓക്കെ, n ഈസ് ഈക്വൽ ടു എത്ര വരും? 10 ഓം എന്ന് വരും. റൈറ്റ്, 10 ഓം എന്ന് പറയുന്നത് 10 ഓം അല്ല വരിക, നമ്പർ അല്ലേ? റൈറ്റ്, സോ ഇറ്റ് ഈസ് 10. എന്ന് വെച്ചാൽ എന്താ? 10 റെസിസ്റ്റേഴ്സ്, 10 ഓം റെസിസ്റ്റൻസ് ഉള്ള 10 റെസിസ്റ്റേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 ഓം റെസിസ്റ്റൻസ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് AC പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി ഫോർ ഡിസ്ട്രിബ്യൂഷൻ? നമ്മുടെ രാജ്യത്തൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന AC കറണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? എത്രയായിരിക്കും ഫ്രീക്വൻസി ഉണ്ടാവുക? 50 ഹെർട്സ് ആയിരിക്കും കേട്ടോ. നമ്മുടെ കൺട്രീസിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 50 ഹെർട്സ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? Which of the following has greater refractive index? ഏതിനാണ് കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളത്? നമുക്ക് ഏതൊക്കെ ഓപ്ഷനിലുള്ളത്? വി ഹാവ് ഗ്ലാസ്, വാട്ടർ, ഡയമണ്ട്, എയർ. 4 എണ്ണം ഉണ്ട് അല്ലേ? ഇതിൻ്റെയൊക്കെ എഫക്റ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാ? നമ്മുടെ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2.42. ഗ്ലാസിൻ്റെ ഇറ്റ് ഈസ് 1.5. വാട്ടറിന് ഇറ്റ് ഈസ് 1.33. റൈറ്റ്, ഗ്ലാസിന് എത്രയാ? 1.33. എയറിന് എത്രയാണ്? we have 1. റൈറ്റ്, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഏതാ ഉള്ളത്? ഗ്ലാസ്, വാട്ടർ, ഡയമണ്ട്, എയർലി 4 ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർക്കാ? ഡയമണ്ടിനാണ്. ഓക്കെ, സോ റിമെമ്പർ ദിസ്. സോ എയർ ലെസ് ദാൻ വാട്ടർ, ലെസ് ദാൻ ഗ്ലാസ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് ഡയമണ്ട്. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യൂസിങ് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഫസ്റ്റ് റിലേഷൻ എന്താ? നിയർ സൈറ്റഡ്നെസ്, ദാറ്റ് ഈസ് കോൺകേവ് ലെൻസ്. നിയർ സൈറ്റഡ്നെസ്സിൻ്റെ കറക്ഷൻ അല്ലേ കോൺകേവ് ലെൻസ് അല്ലേ? അപ്പം നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള എന്തായിരിക്കും? പ്രസ്ബയോപ്പിയയുടെ കറക്ഷൻ എന്തായിരിക്കും? സോ കോൺകേവ് ലെൻസ് ആണ് എന്തിൻ്റെ കറക്ഷൻ? നിയർ സൈറ്റഡ്നെസ്സിൻ്റെ കറക്ഷൻ. എന്താ നിയർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ? നിയർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാം? അടുത്തുള്ളത് കാണാം. റൈറ്റ്, അടുത്തുള്ളത് കാണുന്ന സമയത്ത് സപ്പോസ് ദിസ് ഇസ് ദ ഐ ഓഫ് ദ മാൻ. ഇവിടെ നമ്മളെ ലെൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ലൈറ്റ് റേസ് വരികയാണ്. ഓക്കെ, അപ്പോൾ ആൾ ഇവിടെയാണ് ഒബ്ജക്റ്റ്. തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? റെറ്റിനയിലായിരിക്കും. തൊട്ടടുത്താണ് ഒബ്ജക്റ്റ് എങ്കിൽ നിയർ സൈറ്റഡ്നെസ് ഉള്ള ഒരാൾക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലായിരിക്കും. എന്നാലോ കുറച്ച് ദൂരമുള്ള ഒബ്ജക്റ്റാണ് വരുന്നതെങ്കിൽ, കുറച്ച് ദൂരമുള്ള ഒബ്ജക്റ്റാണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഇമേജ് ഫോം ചെയ്യൽ എവിടെയായിരിക്കടാ? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആയിരിക്കും. ഇവിടേക്ക് ഇമേജ് ഫോം ചെയ്യുക. ആൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ കറക്ഷനായിട്ട് യൂസ് ചെയ്യൽ ആരെയാടാ? കോൺകേവ് ലെൻസിനെയാണ്. ഇൻ ദ ഐ കറക്ഷനായിട്ട് യൂസ് ചെയ്യൽ ആരെയാണ്?
കോൺകേവ് ലെൻസിനാണ്. കോൺകേവ് ലെൻസിന് എന്ത് കഴിവുണ്ട്? ഡൈവേർജിങ് കഴിവുണ്ട്. സോ ലെൻസിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് വന്നിട്ട് റേസ് ഇങ്ങനെ ആക്കും, എന്നിട്ട് ഇവിടെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക? ഇറ്റ് വിൽ ബി ഫോംഡ് ഓൺ ദി റെറ്റിന. അപ്പം നിയർ സൈറ്റഡ്നെസ്സിൻ്റെ കറക്ഷനാണ് എന്ത്? നമ്മുടെ കോൺകേവ് ലെൻസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ ക്വസ്റ്റ്യൻ എന്താ? പ്രസ്ബയോപ്പിയയുടെ കറക്ഷൻ എന്താ? പ്രസ്ബയോപ്പിയയുടെ കറക്ഷൻ എന്താ? പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഏജ് കൂടുന്ന സമയത്ത്, നമുക്ക് വയസ്സാവുന്ന സമയത്ത് നമ്മുടെ സിലിയറി മസിൽസിനൊക്കെ എന്തുണ്ടാവും? ഭയങ്കര വീക്കാവും. ഓക്കെ, അപ്പോൾ സിലിയറി മസിൽസിന് എന്തുണ്ടാവും? അത്ര എന്താ പറയുക, കഴിവുണ്ടാവില്ല ആദ്യത്തെ അത്ര. അപ്പോൾ എന്ത് ചെയ്യും? ഈ സിലിയറി മസിൽസിന് വീക്കാവുന്ന സമയത്ത് പ്രസ്ബയോപ്പിയ ബാധിക്കും. ഒരു കുറച്ച് വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്ക് എന്താവും? പ്രസ്ബയോപ്പിയ ബാധിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആളുടെ ഇമേജ് ഫോം ചെയ്യുന്നത്, ഇപ്പോൾ ഇതാണ് ആളുടെ ഐ എങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് റേസ് വരികയാണ്. സോ ഇമേജ് ഫോം ചെയ്യൽ എവിടെ ആയിരിക്കടാ? ഇവിടെ ആയിരിക്കും. റൈറ്റ്, ഇത് നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? കൺവേർജിങ് ലെൻസാണ് യൂസ് ചെയ്യുക. വിച്ച് ഇസ് ദ കൺവേർജിങ് ലെൻസ്? ഏതാ കൺവേർജിങ് ലെൻസ്? കൺവേർജിങ് ലെൻസ് ഇസ് ദി കോൺവെക്സ് ലെൻസ്. അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക? റേസിനെ കൺവേർജ് ചെയ്യും. ഇമേജ് എവിടെ ഫോം ചെയ്യും? റെറ്റിനയിൽ ഫോം ചെയ്യും. സോ പ്രസ്ബയോപ്പിയയുടെ കറക്ഷൻ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, സോ പ്രസ്ബയോപ്പിയ ബാധിച്ച ഒരാൾക്കുള്ള കറക്ഷൻ ലെൻസ് ഏതാടാ? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? സോ ഹിയർ ദ ആൻസർ ഇസ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് കോമ്പണൻറ്റ് കളർ ഇൻ വൈറ്റ് ലൈറ്റ് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത്? ഏതാണ് വൈറ്റ് ലൈറ്റ് കോമ്പണൻറ്റിൽ, വൈറ്റ് ലൈറ്റിലുള്ള കോമ്പണൻറ്റ് കളേഴ്സിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണെന്ന്? എന്താ വൈറ്റ് ലൈറ്റ് കളറിൽ എങ്ങനെയാണ് ലീസ്റ്റ് വേവ് ലെങ്ത് നമ്മളെങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഡിസ്പേർഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് റേസ് ആർ എൻട്രിങ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വെച്ചിട്ട് ഡിസ്പേർഷൻ നടക്കും അല്ലേ? റിഫ്രാക്ഷൻ നടന്നതിന് ശേഷം ഡിസ്പേർഷൻ നടക്കും. ഡിസ്പേർഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മുടെ റേസിനെ ഡിസ്പേഴ്സ് ചെയ്യും. ആ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള കാരണം എന്താ? അവരുടെ വേവ് ലെങ്ത്തിലെ ഡിഫറൻസ് ആണ്. റൈറ്റ്, അവരുടെ വേവ് ലെങ്ത്തിലെ ഡിഫറൻസ് ആണ്. സോ കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആൾക്ക് എന്ത് സംഭവിക്കും? മോർ ഡീവിയേഷൻ സംഭവിക്കും. റൈറ്റ്, കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആൾ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. സോ ആളുടെ കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ആളായിരിക്കും. എന്നാലോ കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആൾ എന്താ ചെയ്യുക? കുറച്ച് ഡീവിയേറ്റ് ചെയ്യുള്ളൂ. സോ നമ്മുടെ ഓർഡർ എങ്ങനെയായിരിക്കും? വേവ് ലെങ്ത് കുറഞ്ഞ ആൾ കുറച്ച് കൂടുതൽ അങ്ങനെ വേവ് ലെങ്ത് കൂടിയ ആൾ വരികയാവും. റൈറ്റ്, സോ വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ് എന്ത് ചെയ്തത്? ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളത്. വേവ് ലെങ്ത് കൂടിയ ആളായിരിക്കും എന്തായിരിക്കും ഉണ്ടാവുക? കുറച്ച് ഡീവിയേഷൻ നടന്നിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ എന്താ നമ്മളുടെ? വിച്ച് കോമ്പണൻറ്റ് കളർ ഇൻ വൈറ്റ് ലൈറ്റ് ഹാസ് ലീസ്റ്റ് വേവ് ലെങ്ത്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കുന്ന ആൾക്കായിരിക്കും അല്ലേ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉണ്ടാവുക. അതാരായിരിക്കും? ദാറ്റ് വിൽ ബി ദി വയലറ്റ് കളർ. വിബ്ജിയോറിൽ നമ്മൾ റെയിൻബോ കളേഴ്സിലെ വിബ്ജിയോറിൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? വയലറ്റിലാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓർഡർ. ഈ ഓർഡറിലാണ് എന്ത് പോകുന്നത്? വേവ് ലെങ്ത് പോകുന്നത്. സോ വേവ് ലെങ്ത് ഇൻക്രീസസ് ഇൻ ദിസ് ഓർഡർ. വയലറ്റിന് കുറവാണ്, ഇൻഡിഗോക്ക് കുറച്ചുകൂടെ കൂടുതൽ, ബ്ലൂ, ഗ്രീൻ അങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്താ? ലീസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? വയലറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The invention of electric motor made revolutionary developments. നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഇൻവെൻഷൻസ് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് മോട്ടർ കാരണം നമുക്ക് എന്തുണ്ട്? ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. റൈറ്റ്, സോ എന്തൊക്കെ അഡ്വാൻറ്റേജാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ഇലക്ട്രിക് മോട്ടർ ഉണ്ടാക്കി, മോട്ടർ വെച്ച് നമുക്ക് ഫാൻ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിക് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ ഇൻവെൻഷൻ ഓഫ് ഇലക്ട്രിക് മോട്ടോർ ഹാസ് മെയ്ഡ് റെവല്യൂഷണറി ഡെവലപ്മെൻറ്റ്സ്. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദിസ്? നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ഏതാ? നമ്മുടെ ചാപ്റ്ററിൽ ഏത് ചാപ്റ്ററിൽ പഠിച്ചതാണ്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പഠിച്ചിട്ടുണ്ട്. ഏത് പ്രിൻസിപ്പിളാടാ? മോട്ടോർ പ്രിൻസിപ്പിൾ ആയിരിക്കും. റൈറ്റ്, എന്താ മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്? മോട്ടോർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് നമ്മളൊരു കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഫ്രീ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ മുകളിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് വിത്ത് ദാറ്റ് ഫോഴ്സ് ഈ കണ്ടക്ടർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. സോ വാട്ട് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ? വെൻ എ കണ്ടക്ടർ ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, which is freely to move, okay, which is free to move. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താവും? There is a force experienced on this conductor and this principle is known as motor principle. Okay, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? What is the energy transformation? ഇതിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? എന്തിൽ? ഇലക്ട്രിക് മോട്ടോറിൽ എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നത്?
എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നത്? നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് ഇലക്ട്രിക് മോട്ടറിലേക്ക് കൊടുക്കുന്നത് അല്ലേ? ഇലക്ട്രിക്കൽ എനർജി ഈസ് ഗിവൺ ഇൻ ടു ദി ഇലക്ട്രിക് മോട്ടോർ. എന്നിട്ട് നമുക്ക് എന്ത് എനർജിയാണ് തിരിച്ചു കിട്ടുന്നത്? വി ഗെറ്റ് മെക്കാനിക്കൽ എനർജി ഇൻ ബാക്ക്. നമുക്ക് എന്ത് കിട്ടും? മെക്കാനിക്കൽ എനർജിയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. സോ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത്, തിരിച്ച് നമുക്ക് കിട്ടുന്നത് എന്താ? മെക്കാനിക്കൽ എനർജി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എന്ത് നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. എന്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ? എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? കറക്റ്റ് ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസസ് ഇഫ് ദർ ഈസ് എനി എറർ. നമ്മൾ താഴെ കൊടുത്ത സെൻറ്റൻസുകളിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താ? ഓൾ മെഷർമെൻറ്റ്സ് ആർ ടേക്കൺ ഫ്രം ഫോക്കസ്. റെഡിയാണോ? ഇത് ഏതിലെ ക്വസ്റ്റ്യനാ? റിഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പം നമ്മൾ ലെൻസ് ഉള്ള സമയത്ത് നമ്മൾ സൈൻ കൺവെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ എന്താ പറയുന്നത്? എവിടെ നിന്നിട്ട് നമുക്ക് എല്ലാ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ വെച്ചിട്ട്, റൈറ്റ്? സോ ഒപ്റ്റിക് സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടതടാ? മിററിലുള്ള ഏതൊരു ഡിസ്റ്റൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫോക്കസിൽ നിന്നല്ല, ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടു ദ ഫോക്കസ്, വെദർ ഇറ്റ് ഇസ് ടു ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓർ എനി ഡിസ്റ്റൻസ്, നമ്മൾ എവിടെ നിന്നാണ് എടുക്കുക? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? സോ ആൻസർ എന്താ? ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് +1. എന്താ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഇമേജിനെ എത്രത്തോളം മാഗ്നിഫൈ ചെയ്തിട്ടുണ്ട്, അതാണ് മാഗ്നിഫിക്കേഷൻ അല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് കാണുക? വി ഹാവ് എം ഇസ് ഈക്വൽ ടു -v/u, റൈറ്റ്? എം ഇസ് ഈക്വൽ ടു v/u. നമ്മൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്ന സമയത്താണ് -v/u ചെയ്യുക, റൈറ്റ്? സോ വി ഹാവ് എം ഇസ് ഈക്വൽ ടു v/u, റൈറ്റ്? സോ മാഗ്നിഫിക്കേഷൻ എന്താ? v/u എന്നൊരു ഇക്വേഷൻ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? hi/h എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. സോ എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് +1. പ്ലെയിൻ മിററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻ +1 ആണ്. എന്താ പ്ലെയിൻ മിററിൻ്റെ പ്രത്യേകത? നമ്മളൊരു ഇമേജ് ഒരു ഒബ്ജക്റ്റ് പ്ലെയിൻ മിററിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ഇമേജിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമേജിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? നമ്മൾ ഒബ്ജക്റ്റ്, അപ്പം നമ്മൾ ഒരു കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിന്നാൽ നമ്മുടെ ഹൈറ്റ് തന്നെ ആയിരിക്കില്ലേ നമ്മൾ കിട്ടുന്ന ഇമേജിൻ്റെ ഹൈറ്റും? സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. എന്നാലോ നമ്മൾ തിരിച്ചാണെങ്കിലോ എന്താ സംഭവിക്കുക? നമ്മൾ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നതെങ്കിലോ നമ്മൾ മിററിൻ്റെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, മിററിൻ്റെ ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ പറയൽ എന്താ? പ്ലെയിൻ മിററിലെ ഇമേജ് ഫോർമേഷനിൽ പറയുന്നതാണ് എന്ത്? നമ്മളെ ഡിസ്റ്റൻസ്, നമ്മളും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ആർക്കും? ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ എം ഈസ് ഈക്വൽ ടു hi/h എന്ന് പറയുമ്പം ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. സോ 1/1 ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. Right? If the height of the object is 5, height of the image also will be 5. അപ്പോൾ എന്തായിരിക്കും? 5/5 which is equal to +1. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ത്? നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ വരിക. വാട്ട്സ് ദ തേർഡ് ക്വസ്റ്റ്യൻ? ദ ഇമേജ് ഫോംഡ് ഓൺ ദ റിയർ വ്യൂ മിറർ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇസ് അറ്റ് എ ഫാർ ഡിസ്റ്റൻസ് ഫ്രം ബിഹൈൻഡ് ആർ അറ്റ് എ ഗ്രേറ്റർ ഡിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? കുറച്ച് കൺഫ്യൂസിങ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഒരു റിയർ വ്യൂ മിററിൽ ഉണ്ടാവുന്ന ഇമേജ്, ഓക്കെ, ഈ ഇമേജ് എന്തായിരിക്കും? ഒരു ദൂരത്തുള്ള ഒരു ദൂരത്തുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഒരു റിയർ വ്യൂ മിററിൽ ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഫാർ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അങ്ങനെയാണോ അത് വരിക? നമ്മൾ റിയർ വ്യൂ മിററിൽ എഴുതി വെച്ചത് എന്തായിരിക്കും? ദ ഒബ്ജക്ട്സ് അപ്പിയർ ടു ബി ക്ലോസർ ദാൻ ദേ അപ്പിയർ, റൈറ്റ്? ക്ലോസർ ദാൻ ദേ ഓൾറെഡി ആർ എന്നല്ല നമ്മൾ റിയർ വ്യൂ മിററിൻ്റെ മുകളിൽ എഴുതാം. ഒബ്ജക്ട്സ് ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എല്ലാ നമ്മുടെ കാറിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും റിയർ വ്യൂ മിററിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഒബ്ജക്ട്സ് ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ? ഇമേജ് ഡിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. നമുക്ക് എന്ത് പറയാം? ദ ഇമേജ് ഫോംഡ് ഇൻ ദ റിയർ വ്യൂ മിറർ ഇസ് സ്മോൾ ആൻഡ് ഓൾസോ അറ്റ് ഷോർട്ടർ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Which are the factors that depend on the direction of electric current produced by the electromagnetic induction?
Which are the factors that depend on the direction of electric current produced by electromagnetic induction? Electromagnetic induction പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. റൈറ്റ്? സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇഫക്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും? ഒന്ന്, ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ദി മാഗ്നറ്റിക് ഫീൽഡ്, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. റൈറ്റ്? രണ്ടാമത്തേത് എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി മാഗ്നറ്റ്. റൈറ്റ്? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും എന്തിനെ ബാധിക്കും? നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വാല്യൂവിനെ ബാധിക്കും. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂവിനെ ആരും കൂടെ ബാധിക്കും? നമ്മൾ ഏത് ഡയറക്ഷനിലാണോ മാഗ്നറ്റിന്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പറയാം, നമ്മുടെ മാഗ്നറ്റും നമ്മുടെ കോയിലും തമ്മിൽ എന്ത് വേണം? ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് വേണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി അവിടെ ആര് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ? EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. റൈറ്റ്? സോ ദ ടു ഫാക്ടേഴ്സ് ആർ, ഒന്ന് മാഗ്നറ്റിക് ഫീൽഡാണ്, രണ്ടാമത്തേത് എന്താണ്? direction of motion of the magnet ആയിരിക്കും. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ലോ ദാറ്റ് കണക്ട്സ് ദീസ് ടു? ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ലോ ഏതാണ്? ഏത് ലോ ആയിരിക്കും? ഏത് ലോ ആണ് കണക്ട് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിൽ ഏത് ലോ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ല, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. എന്താ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? ഇത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇതെന്തായിരിക്കും എടാ? ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇത് ശരിക്കും നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഏകദേശം സെയിമാണ്. പക്ഷേ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ എവിടെ യൂസ് ചെയ്യും? ഇലക്ട്രിക് മോട്ടോറിലാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ എവിടെ യൂസ് ചെയ്യണം? ജനറേറ്ററിലാണ്. റൈറ്റ്? സോ EMF ഇൻഡ്യൂസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. EMF ഇൻഡ്യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ ഇലക്ട്രിക് മോട്ടോറിൽ മോഷൻ ഓഫ് ദ കണ്ടക്ടർ വരുന്നിടത്താണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. റൈറ്റ്? സോ ഇത് രണ്ടും ഓർമ്മിച്ചേക്കാൻ, ഇപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഇത് ഫോഴ്സ് ആണോ അല്ലെങ്കിൽ ഇത് മോഷൻ ആണോ, ഇതിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണോ, ഇതാണോ കറണ്ട് എന്നുള്ള ഡൗട്ട് വരും. അത് നമുക്ക് എങ്ങനെ ആലോചിച്ച് വെക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? ഇത് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. റൈറ്റ്? സോ യു ക്യാൻ റിമെമ്പർ ഇൻ ദ വേ ഫാദർ, മദർ, ചൈൽഡ്. Okay, this is father for force, mother for magnetic field and C for current. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആലോചിക്കാം? father, mother, child. റൈറ്റ്? FMC. അപ്പോൾ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഇതന്നെയാണ് നമ്മൾ ഏതിലും അപ്ലൈ ചെയ്യുക? റൈറ്റ് ഹാൻഡ് ഫ്ലെമിങ്സ് റൂളിലും മറ്റ് അപ്ലൈ ചെയ്യുക അല്ലേ? ഇതെന്താ ശരിക്കും? മോഷൻ ഓഫ് ദ കണ്ടക്ടറാണ്. മോഷൻ വരൽ എന്ത് കാരണമാണ്? ഫോഴ്സ് കാരണമാണ്. സോ യു ക്യാൻ സേ ദിസ് ഇസ് ഫോഴ്സ്. അപ്പോൾ ഫാദർ, മദർ, child. This is the force, this is the magnetic field, ഇതേതാ? ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും നിങ്ങൾക്ക് റിമെമ്പർ ചെയ്യാൻ എന്താലോചിച്ചാൽ മതി? FMC, ദാറ്റ് ഈസ് ദി ഫാദർ, മദർ, ചൈൽഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താലോചിക്കാം? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? ഡയറക്ഷൻ മാറിപ്പോവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യൂസ് ദി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ലോ ദാറ്റ് കണക്ട്സ് ദീസ് ടു? ഏത് റൂളാ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ്? What was the next question? A conductor deflects in the upward direction when placed east-west direction in a magnetic field. The magnetic field is experiencing in the north-south question. Sorry, in the north-south direction. Okay, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ ഉള്ളത്? മുകളിലേക്കാണ്. പക്ഷെ കണ്ടക്ടർ വെച്ചത് ഏത് ഡയറക്ഷനിലാണ്? ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, കണ്ടക്ടർ വെച്ചേക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കും. സോ ഇവിടെയാണ് നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത്, ഇൻ ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. റൈറ്റ്? ഇവിടെയാണ് നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത്. ദിസ് ഈസ് ഇൻ ദി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. റൈറ്റ്? അപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് ആരിയിരിക്കുന്നത്? കണ്ടക്ടർ ഇരിക്കുന്നത്. ക്വസ്റ്റ്യൻ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കണ്ടക്ടർ? കണ്ടക്ടറിലുള്ള ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഏത് റൂൾ വെച്ച് കാണും നമ്മൾ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അപ്പോൾ എല്ലാവരും വലത്തെ കൈ എടുക്കുക. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തിട്ട് ഇതേതാ?
ഫാദർ, മദർ, ചൈൽഡ്. അപ്പോൾ ഇത് ഫോഴ്സ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്. അപ്പോൾ ഫോഴ്സ് കാരണമായിരിക്കും മോഷൻ ഉണ്ടാവുക, റൈറ്റ്? അപ്പോൾ കണ്ടക്ടർ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്? മുകളിലേക്കാണ് മോഷൻ. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. സോ എങ്ങോട്ടായിരിക്കും നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ, സോറി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇറ്റ് വിൽ ബി ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, റൈറ്റ്? ഏത് ഡയറക്ഷനിലായിരിക്കും? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ലോ ഹെൽപ്പ് ടു ഫൈൻഡ് ദ ആൻസർ? ഒബ്വിയസ്ലി ഏത് ലോ ആണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. I can write FRH, right? Fleming's right hand rule. So ഏതായിരിക്കും നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ലോ ഏതാ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഏതൊക്കെയായിരുന്നു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? എന്താ പറയുന്നത്? അപ്വേർഡ് നമ്മുടെ മോഷൻ ഓഫ് ദ കണ്ടക്ടർ തമ്പാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ് ചെയ്യുന്നത് ഫോർ ഫിംഗർ ആണെങ്കിൽ നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് റിലേറ്റഡ് ടു എ, ബി ആൻഡ് സി ഇൻ ദ ഫിഗർ ഫ്രം ദ ബോക്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് അല്ലേ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൽ നമുക്ക് ഏത് തന്നിട്ടുണ്ട്? തമ്പ് തന്നിട്ടുണ്ട്, ഇത് നമ്മുടെ ഫോർ ഫിംഗർ തന്നിട്ടുണ്ട്, മിഡിൽ ഫിംഗർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരുന്ന ഈ എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ്, റൈറ്റ്? എന്താണ് എ, എന്താണ് ബി, എന്താണ് സി? ഇതിലെന്താ എ? നമ്മൾ നേരത്തെ പറഞ്ഞു തമ്പ് ഫാദർ, ഫോർ ഫിംഗർ മദർ, ഇതാരാണ്? മിഡിൽ ഫിംഗർ വിൽ ബി ദി ചൈൽഡ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫാദർ, മദർ, ചൈൽഡ്. ഫാദർ ഏതാ? മോഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ ഫോഴ്സ്. സോ മദർ ഏതാ? മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് സി ഏതാ? കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട്, റൈറ്റ്? റൈറ്റ്. സോ എഫ് ഇസ് ദി മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ദിസ് വൺ നമ്മുടെ ഫോർ ഫിംഗർ ഏതായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മിഡിൽ ഫിംഗർ വിൽ ബി ദി direction of induced current. Okay, next question. Solar energy can solve the energy crisis to some extent. നമ്മുടെ സോളാർ എനർജി എന്തായിരിക്കും? നമുക്ക് ഇപ്പോഴുള്ള എനർജി ക്രൈസിസ് കുറച്ച് വരെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഡിവൈസസ് യൂസ് ടു കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി? സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാനുള്ള നമ്മുടെ ഡിവൈസ് ഏതാണ്? നമ്മൾ കുറേ ഡിവൈസ് പഠിച്ചിരുന്നു സോളാർ എനർജിയിൽ. ഏതൊക്കെ ഉണ്ടായിരുന്നു സോളാർ എനർജിയിൽ? സോളാർ കുക്കർ ഉണ്ടായിരുന്നു, സോളാർ സെൽ, സോളാർ പാനൽസ്, അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏത് ഡിവൈസാണ് ശരിക്കും സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഏതായിരുന്നു? സോളാർ സെല്ലായിരുന്നു, റൈറ്റ്? സോളാർ സെല്ല് കൂടിയിട്ടുള്ളത് ആരായിരുന്നു? സോളാർ പാനലായിരുന്നു, റൈറ്റ്? സോ സോളാർ സെൽ അല്ലെങ്കിൽ സോളാർ പാനലാണ് എന്ത് ചെയ്യുന്നത്? സോളാർ എനർജിയെ എന്താക്കി മാറ്റുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ വാട്ട്സ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? വിച്ച് ഫിനോമിന ഈസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് വർക്കിംഗ്? നമ്മുടെ സോളാർ അല്ലെങ്കിൽ സോളാറിലെ എനർജി കൺവേർഷൻ ഏത് ഫിനോമിന ബേസ് ചെയ്തിട്ടാണ്? ഏത് ഫിനോമിന ബേസ് ചെയ്തിട്ടാ? ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വാട്ട് ഈസ് ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ പഠിക്കും? ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റേസ് സോളാർ സെല്ലിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന സമയത്ത് അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഫോട്ടോ വോൾട്ടേക്ക് എന്ന് പറയാം. ഓക്കെ, ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് എന്ന് പറയാം. ഇതിൻ്റെ ഹയർ ലെവലിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 +2 ഒക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, ഇവിടെ സയൻസ് സ്ട്രീമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എന്ത്? സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ കൺവേർഷനിലെ സമയത്ത്, സോളാറിലെ ഇലക്ട്രിക്കൽ എനർജി കൺവേർഷനിലെ സമയത്ത് ഏത് ഫിനോമിന ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്? ഫോട്ടോ വോൾട്ടേക്ക് എഫക്റ്റ് ആയിരിക്കും. ആൻഡ് വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ബി ദി എനർജി ട്രാൻസ്ഫോർമേഷൻ ടേക്ക് പ്ലേസ്? എന്താണ് ഇവിടുത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻ? എന്തായിരിക്കും വരുന്നത്? എന്ത് എനർജിയാണ്? ലൈറ്റ് എനർജി, റൈറ്റ്? വരുന്നത് ഏത് എനർജിയാ? ലൈറ്റ് എനർജി. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ട്? നമുക്ക് എന്ത് എനർജിയാണ് വേണ്ടത്? ഇലക്ട്രിക്കൽ എനർജി, റൈറ്റ്? സോ ആരെ കൺവേർട്ട് ചെയ്തു? ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് എന്തിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ? സോളാർ സെല്ലിലാണെങ്കിലും സോളാർ പാനലിലാണെങ്കിലും നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ ഏതാ? ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Select the correct option from the box about the statements of moving coil loudspeaker. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാവും? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദ പാർട്ട് ഇലക്ട്രിക്കൽ പൾസസ് ആർ പാസിങ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് ഉണ്ടാവുക? ജസ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെയാണ് മാഗ്നറ്റ് ഉണ്ടാവുക, റൈറ്റ്? ഇവിടെ ആരുണ്ടാവും? നമ്മുടെ വോയിസ് കോയിൽ ഉണ്ടാവും. ഓക്കെ,
ഇവിടെ വൈബ്രേറ്റ് ദ പാർട്ട് ദ ഇലക്ട്രിക് പൾസസ് ആർ പാസിങ്. ഇലക്ട്രിക് പൾസ് പാസ് ചെയ്യുന്ന പാർട്ട് ഏതാ? ഇലക്ട്രിക് പൾസ് പാസ് ചെയ്യുന്ന പാർട്ട് ഇവിടെ വോയിസ് കോയിലായിരിക്കും. റൈറ്റ്, ഇലക്ട്രിക് പൾസ് പാസ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? വോയിസ് കോയിലാണ്. ഓക്കെ, സോ വോയിസ് കോയിൽ ഈസ് ദ പാർട്ട് വെയർ ഇലക്ട്രിക് പൾസസ് ആർ പാസിങ്. ഇനിയോ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ആരാ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഡയഫ്രം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? പാർട്ട് വിച്ച് പ്രൊവൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ വർക്കിംഗ്. എന്താ? ഒബ്വിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ഏത് പാർട്ടായിരിക്കും നമുക്ക് ഇത് തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് തരുന്നത്. വർക്ക് ചെയ്യാനുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആരായിരിക്കും തരുന്നത്? നമ്മുടെ ഫീൽഡ് മാഗ്നറ്റ് ആയിരിക്കും. റൈറ്റ്, ദിസ് ഫീൽഡ് മാഗ്നറ്റ് ഗീവ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഫോർ വർക്കിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ പാർട്ട് പ്രൊഡ്യൂസിങ് സൗണ്ട് ബൈ വൈബ്രേറ്റിംഗ്. വൈബ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാ പാർട്ട് ശരിക്കും? നിങ്ങൾ വിചാരിക്കും വോയിസ് കോയിലാണെന്ന്, പക്ഷേ വോയിസ് കോയിൽ അല്ല. ദ പാർട്ട് ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ദ സൗണ്ട് ബൈ വൈബ്രേറ്റിംഗ് ഈസ് ദി ഡയഫ്രം. ഓക്കെ ആണോ? സോ നമ്മൾ വൈബ്രേറ്റ് ചെയ്തിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ഡയഫ്രം ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഡയഫ്രം പറഞ്ഞു, വോയിസ് കോയിൽ പറഞ്ഞു, ഫീൽഡ് മാഗ്നറ്റ് പറഞ്ഞു. ആംപ്ലിഫയറിന് ഇവിടെ എവിടെയെങ്കിലും യൂസ് ചെയ്യാനുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് കോസ്ഡ് ബൈ ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോസസ് ദ റെയിൻബോ. അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ഡിസ്പേർഷൻ നടക്കുന്ന സമയത്താണ് എന്ത് കോസ് ചെയ്യുക? റെയിൻബോ കോസ് ചെയ്യുക. റൈറ്റ്, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ടൈം ദ റെയിൻബോ ഈസ് സീൻ ഇൻ ദ വെസ്റ്റ്, വാട്ട് ഈസ് ഇറ്റ് ഷേപ്പ്? എങ്ങനെയാണ് നമ്മൾ റെയിൻബോ ഫോം ചെയ്യുക? നമ്മുടെ സൺ എവിടെയാണോ ആ സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് ഫോം ചെയ്യുക? റെയിൻബോ ഫോം ചെയ്യുക. റൈറ്റ്, സൺ എവിടെയാണെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് അനുസരിച്ചിട്ടായിരിക്കും അവിടെ ആര് ഫോം ചെയ്യുക? റെയിൻബോ ഫോം ചെയ്യുക. am I right? അപ്പോൾ റെയിൻബോ ഫോം ചെയ്യുന്നത് സണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഏത് സമയത്താണ് റെയിൻബോ വെസ്റ്റിൽ ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ വെസ്റ്റിൽ റെയിൻബോ ഫോം ചെയ്യണമെങ്കിൽ സൺ എവിടെയായിരിക്കും? വെസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതെവിടെയാ? ഈസ്റ്റിലായിരിക്കും. സോ സണ്ണ് ഈസ്റ്റിലാണെങ്കിൽ ആരെവിടെയായിരിക്കും? നമ്മുടെ റെയിൻബോ വെസ്റ്റിലായിരിക്കും. അപ്പോൾ സൺ ഈസ്റ്റിലുണ്ടായാലും എപ്പോഴാണ്? ഇറ്റ്സ് ഇൻ ദി മോർണിംഗ്. റൈറ്റ്, സോ സൺ റെയിൻബോ വെസ്റ്റിൽ കാണുന്ന സമയം ഏതായിരിക്കും? ഇറ്റ്സ് ദ ടൈം മോർണിംഗ്. വാട്ട് ഈസ് ഇറ്റ് ഷേപ്പ്? എന്ത് ഷേപ്പിലാണ് നമ്മൾ റെയിൻബോ കാണുക? ഒബ്വിയസ്ലി നമ്മൾ ഏത് സമയത്തും റെയിൻബോ കാണുന്നത് ഏത് ഷേപ്പിലാണ്? ആർക്ക് ഷേപ്പിൽ. എന്താ നമ്മൾ ആർക്ക് ഷേപ്പിൽ കാണാൻ കാരണം? വാട്ട് ഈസ് ദ റീസൺ വൈ വി സീ ഇറ്റ് ഇൻ ഡാർക്ക് ഷേപ്പ്? ആർക്ക് ഷേപ്പിൽ കാണാൻ കാരണം എന്താ? ആർക്കിൽ കാണുന്ന സമയം നമുക്ക് എന്തുകൊണ്ടാണ്? ഗ്രൗണ്ട് അതിനെ കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഏത് ഷേപ്പിൽ കാണുന്നത്? ആർക്ക് ഷേപ്പിൽ കാണുന്നത് കേട്ടോ. സോ ഗ്രൗണ്ട് കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഏത് ഷേപ്പിൽ കാണുക? ആർക്ക് ഷേപ്പിൽ കാണുക. വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് റെയിൻബോ ഈസ് സീൻ ആസ് എ സർക്കിൾ. സർക്കിളായിട്ട് കാണുന്നത് ഏത് സിറ്റുവേഷനിലായിരിക്കും? സർക്കിളായിട്ട് കാണുന്ന സിറ്റുവേഷൻ നമ്മളൊരു എയ്റോപ്ലെയിനിൽ നിന്ന് നമ്മൾ റെയിൻബോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എയ്റോപ്ലെയിനിൽ നമ്മൾ റെയിൻബോനെ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റെയിൻബോനെ എന്തായിട്ടാണ് കാണുക? ആർക്കായിട്ടല്ല, പക്ഷെ നമ്മളവിടെ സർക്കിളായിട്ടാണ് കാണുക. അതെന്താ? ഈ ഡിസ്പേർഷൻ നടക്കുന്ന സമയത്ത് സണ്ണിൽ വരുന്ന ലൈറ്റ് എനർജി വന്നിട്ട് ഡിസ്പേർഷൻ നടക്കുന്ന സമയത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്തായിരിക്കും? വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ ഡിസ്പേർഷൻ നടക്കും. അങ്ങനെ ഡിസ്പേർഷൻ നടന്നിട്ട് ഓരോ കളേഴ്സ് എന്ത് രീതിയിലാണ് ഫോം ചെയ്യുക? സർക്കിളായിട്ടാണ് ഫോം ചെയ്യുക ശരിക്കും. പക്ഷേ നമ്മൾ കാണുന്നത് ആർക്ക് ഫോമിലായിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് നമുക്കിവിടെ ഗ്രൗണ്ട് ബാക്കി കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്തിൽ കാണുന്നത്? ആർക്കിൽ കാണുന്നത്. എന്നാൽ നമ്മളൊരു എയ്റോപ്ലെയിനിൽ പോകുന്ന സമയത്തോ നമുക്കവിടെ കവർ ചെയ്യാൻ ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. സോ വി ക്യാൻ സീ ഇറ്റ് ഇൻ കംപ്ലീറ്റ് സർക്കിൾ. അപ്പോൾ റെയിൻബോ ശരിക്കും ഫോം ചെയ്യുന്നത് ഏത് ഷേപ്പിലാണ്? സർക്കിളിലായിരിക്കും. ഓക്കെ, അതാ ഡീവിയേഷൻ കാരണം നമ്മൾ ഡ്രോപ്ലെറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് സർക്കിൾ ഡയറക്ഷനിലായിരിക്കും. പക്ഷെ നമ്മൾ ഭൂമിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രൗണ്ട് കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ കാണുക? ആർക്ക് ഷേപ്പിൽ കാണുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കളർ സീൻ അറ്റ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റെയിൻബോ? ഏതാണ് ഔട്ടർ എഡ്ജിൽ കാണുന്നത്? അപ്പോൾ ഔട്ടർ എഡ്ജ് ഓഫ് ദ റെയിൻബോ ഏതാ കാണുക? നമ്മൾ പറഞ്ഞു ഡീവിയേഷൻ സംഭവിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ളതിനാണ്. റൈറ്റ്, അപ്പോൾ ഡീവിയേഷൻ കൂടുതൽ സംഭവിച്ച ആളായിരിക്കും എവിടെ ഉണ്ടാവുക? താഴെ ഉണ്ടാവുക. ഡീവിയേഷൻ കൂടിയിട്ടുള്ള ആളായിരിക്കും എവിടെ ഉണ്ടാവുക? മുകളിൽ ഉണ്ടാവുക. റൈറ്റ്, സോ ഡീവിയേഷൻ കുറഞ്ഞ ആളാണ് എവിടെ? താഴെ ഉണ്ടാവുക. ഹൂ ഈസ് ദാറ്റ്? വയലറ്റ്. ഡീവിയേഷൻ കൂടിയ ആളാരാണ്? ഡീവിയേഷൻ കുറഞ്ഞിട്ടുള്ളത് ആർക്കായിരിക്കും? വേവ് ലെങ്ത് കൂടിയ ആളായിരിക്കും. അതാരാ? റെഡ് ആണ്. സോ റെഡ് വിൽ ബി അറ്റ് ദി ഔട്ടർ എഡ്ജ്. വയലറ്റ് ആരാണ്? വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ്. റൈറ്റ്, വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് എന്തുണ്ടാവും? ഡീവിയേഷൻ കൂടുതലുണ്ടാവും. സോ വയലറ്റ് വിൽ ബി അറ്റ് ദി ഇന്നർ എഡ്ജ്. അപ്പോൾ ഔട്ടർ എഡ്ജിലുള്ള കളർ ആരായിരിക്കും? റെഡ് ആയിരിക്കും. ഇന്നർ എഡ്ജിലുള്ള കളർ ആരായിരിക്കും? ഇറ്റ് വിൽ ബി ദി വയലറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്.
ഓക്കെ, ഈ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യണം. ഈ റേ ഡയഗ്രത്തിൽ എന്താ തന്നിട്ടുള്ളത്? എഫിൻ്റെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ എഫിൻ്റെയും 2Fൻ്റെ ഇടയിൽ ആരെ വെച്ചിട്ടുണ്ട്? ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? 2F, ബിയോണ്ട് ദ 2F ആണ് ആരോ ഫോം ചെയ്തിട്ടുള്ളത്? ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് ഈ റേ ഡയഗ്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു റേ ഡയഗ്രം കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ മിനിമം എത്ര റേസ് വേണം? 2 റേസ് വേണം, റൈറ്റ്? സോ നമുക്ക് ഇവിടെയാണ് ആര് വരുന്നത്? ഒപ്റ്റിക് സെൻറ്റർ വരുന്നത്, റൈറ്റ്? സോ ഒരു റേ നമ്മൾ വരച്ചു. ഏത് റേയാ? പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഏതിലൂടെ കടന്നു പോകും? നമ്മുടെ ഫോക്കസിലൂടെ കടന്നു പോകും, റൈറ്റ്? സോ ആ റേ ഉണ്ട്. ഇനി ഏത് റേ വരണം ശരിക്കും? നമുക്ക് ഒരു റേയും കൂടെ വരയ്ക്കാം. ഏത്? സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ഒരു റേ വരയ്ക്കാം. എന്താ അതിൻ്റെ റൂൾ? എന്താ? നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഒരു റേ കടന്നു പോവുകയാണെങ്കിൽ ആ സെയിം പാത്തിൽ തന്നെ ആയിരിക്കും ആര് ഡിഫ്ലക്റ്റ് ചെയ്യുക? ആ റേ ഡിഫ്ലക്റ്റ് ചെയ്യുക. സോ ഡീവിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഫോം ചെയ്യാടാ? ബിയോണ്ട് 2F നമുക്ക് ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വെൻ കോമ്പോസിറ്റ് ലൈറ്റ് ത്രൂ ഗ്ലാസ് പ്രിസം ഇറ്റ് അണ്ടർഗോസ് ഡിസ്പേർഷൻ. കോമ്പോസിറ്റ് ലൈറ്റ് ഗ്ലാസ് പ്രിസത്തിലൂടെ പോകുന്ന സമയത്ത് അതിനെന്ത് സംഭവിക്കും? ഡിസ്പേർഷൻ സംഭവിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡിഫറൻസ് ഇൻ ഡിഫറെൻറ്റ് റേസ് ലീഡ് ടു ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ സംഭവിക്കാനുള്ള മെയിൻ റീസൺ അതെന്താ? എന്തായിരിക്കും ഡിസ്പേർഷൻ സംഭവിക്കാനുള്ള മെയിൻ റീസൺ? എന്താ? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്, റൈറ്റ്? മെയിൻ റീസൺ എന്താ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിലുള്ള ഡിഫറൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഡിസ്പേർഷൻ സംഭവിക്കുന്നത്. വാട്ട്സ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് കളർ ഈസ് സീൻ നിയറർ ടു ദ ബേസ് ഓഫ് ദ പ്രിസം ആഫ്റ്റർ ഡിസ്പേർഷൻ. നമ്മൾ കുറേ പറഞ്ഞു എന്ത്? ഡിസ്പേർഷൻ സംഭവിക്കുന്ന സമയത്ത് വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കും. വേവ് ലെങ്ത് കൂടിയ ആൾക്ക് എന്ത് സംഭവിക്കും? കൂടുതൽ എന്ത് സംഭവിക്കും? ഡീവിയേഷൻ കുറവായിരിക്കും. വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും. വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക് ഡീവിയേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് എവിടെ കിടക്കും? താഴെ കിടക്കും. വേവ് ലെങ്ത് കൂടിയ റെഡ് എവിടെ കിടക്കും? ഏറ്റവും ടോപ്പിൽ കിടക്കും, റൈറ്റ്? സോ ഡീവിയേഷൻ കൂടുതൽ ആർക്കുണ്ടാവും? വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്ക്. സോ വയലറ്റ് വിൽ ബി അറ്റ് ദ ബോട്ടം. പിന്നെ സോ വയലറ്റ് വിൽ ബി, മലയാളത്തിൽ പറയൂ, ഓക്കെ? മലയാളത്തിൽ പറയാം. സോ വയലറ്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? താഴെ ഉണ്ടാവുക. റെഡ് കളറേക്ക് എവിടെ കിടക്കുക? ഏറ്റവും മുകളിൽ കിടക്കുക, ഓക്കെ? സോ ഇവിടെ ഡീവിയേഷൻ, നമ്മുടെ വേവ് ലെങ്ത് കുറഞ്ഞ കളറിന് നമുക്ക് എന്ത് സംഭവിക്കും? ഡീവിയേഷൻ കൂടുതൽ സംഭവിക്കും, റൈറ്റ്? സോ ഡീവിയേഷൻ കൂടുതൽ സംഭവിക്കുന്ന ആൾക്ക് വേവ് ലെങ്ത് കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കളർ ഈസ് സീൻ ടു നിയറസ്റ്റ് ബേസ് ഓഫ് ദ പ്രിസം ആഫ്റ്റർ ഡിസ്പേർഷൻ. ഏതാ കാണാ? വയലറ്റ് നമ്മൾ പറഞ്ഞു, റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഫിനോമിന ഓഫ് ലൈറ്റ് ലീഡ്സ് ടു ദ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. എന്താണ് ഡിസ്പേർഷൻ ഉണ്ടാവാൻ കാരണം? എന്താ ശരിക്കും? ബേസ് റീസൺ എന്താ? ഡിസ്പേർഷൻ സംഭവിക്കാനുള്ള ബേസ് റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റിഫ്രാക്ഷൻ. ഒരു നമ്മളിപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ള മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? റിഫ്രാക്ഷൻ നടക്കുക. അപ്പോൾ ഈ റിഫ്രാക്ഷൻ നടന്നതിന് ശേഷമാണ് എന്ത് സംഭവിക്കുക? ഡീവിയേഷൻ സംഭവിക്കുക, റൈറ്റ്? സോ റിഫ്രാക്ഷൻ ആണ് എന്ത്? നമ്മുടെ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിസ്പേർഷൻ നടക്കാനുള്ള പ്രൈം റീസൺ എന്ന് പറയുന്നത്. സോ നമ്മുടെ റിഫ്രാക്ഷൻ ഓഫ് ദ ലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിലേക്ക് ലീഡ് ചെയ്യുന്നത്. വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ലെൻസ് ഈസ് ബിറ്റ്വീൻ -1 to 0. നമ്മുടെ മാഗ്നിഫിക്കേഷൻ, ഒരു ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ ആയത് എന്താണ്? -1 to 0 ആണ്. -1 to 0 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം, റൈറ്റ്? ഒരു ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവണമെങ്കിൽ ആ ലെൻസിലുള്ള ഇമേജ് ഫോർമേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ, if the image is റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നെഗറ്റീവ്. കാരണം എന്താ? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എന്താ? HI/H ആണ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എങ്ങോട്ടാ? താഴോട്ട്. ദാറ്റ് വിൽ ബി നെഗറ്റീവ്. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴോട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ എന്താക്കിയിട്ടെടുക്കും? നെഗറ്റീവ് ആക്കിയിട്ടെടുക്കും. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കുള്ളതൊക്കെ നമ്മൾ എന്താക്കിയിട്ടെടുക്കും? പോസിറ്റീവ് ആക്കിയിട്ടെടുക്കും. സോ നമ്മൾ മാഗ്നിഫിക്കേഷൻ കാണുന്ന സമയത്ത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. സോ ഇൻവേർട്ടഡ് ആവുന്ന സമയത്ത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിൽ ബി നെഗറ്റീവ്. സോ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ്. നേരെ തിരിച്ചാണെങ്കിലോ
വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണെങ്കിലോ, ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിൽ ബി പോസിറ്റീവ്. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിലേക്കുള്ള നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് വിൽ ബി പോസിറ്റീവ്. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജെക്ട് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഇൻ ദ കേസ് ഓഫ് കോൺകേവ് ലെൻസ്. കാരണം എന്താ, അവിടുത്തെ ഇമേജിൻ്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അപ്പോൾ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ, കോൺകേവ് ലെൻസ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ, കോൺവെക്സ് ലെൻസ്. സോ കോൺവെക്സ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ, കോൺവെക്സ് ലെൻസിലെ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം അതിൽ ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. കോൺകേവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആകാൻ കാരണം അതിലുള്ള ഫോം ചെയ്യുന്ന ഇമേജ് ഏതാണ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ്, നേരെ നിൽക്കുന്ന ഇമേജ് ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് അല്ല. വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Where will be the position of the object when the magnification becomes -1? മാഗ്നിഫിക്കേഷൻ -1 ആവുന്ന പൊസിഷൻ ഏതാണ്? അപ്പോൾ മാഗ്നിഫിക്കേഷൻ -1 ആവാന്ന് പറഞ്ഞാൽ എന്താ, ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും സെയിം ആവണം, എന്നാലേ മാഗ്നിറ്റ്യൂഡ് 1 വരുള്ളൂ അല്ലേ. -1 എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒബ്ജക്റ്റ് ഇൻവേർട്ടഡ് ആണ്. സോ ഏത് സമയത്താണ് നമുക്ക് സെയിം സൈസ് ഒബ്ജക്റ്റ് കിട്ടുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, മാഗ്നിഫിക്കേഷൻ -1 ആവുന്നത്. റൈറ്റ്, അങ്ങനെയുള്ള സമയം ഏതായിരിക്കും? ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ്റെ ടേബിൾ. അതായത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജിൻ്റെ പൊസിഷൻ എവിടെ തന്നെയായിരിക്കും, ഫോക്കസ് തന്നെയായിരിക്കും. ബിയോണ്ട് 2f ആണെങ്കിൽ ബിയോണ്ട് f and 2f ആയിരിക്കും. അറ്റ് 2f ആണെങ്കിൽ പൊസിഷൻ എവിടെ തന്നെയായിരിക്കും, അറ്റ് 2f ആയിരിക്കും. അവിടുത്തെ പ്രത്യേകത നോക്കിക്കേ, ഇമേജ് വിൽ ബി ഓഫ് സെയിം സൈസ്. അപ്പോൾ ഇമേജ് സെയിം സൈസ് ആണെങ്കിൽ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. റൈറ്റ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും സെയിം ആണെങ്കിൽ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. ബട്ട് ഇറ്റ് വിൽ ബി നെഗറ്റീവ് ബിക്കോസ് ഓഫ് ദി കോൺവെക്സ് ലെൻസ്. അപ്പം നമുക്ക് എന്ത് പറയാം, ഒബ്ജക്റ്റ് 2f വെക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക, -1 മാഗ്നിഫിക്കേഷൻ കിട്ടുക. കാരണം എന്താ, ഒബ്ജക്റ്റ് 2f വെക്കുന്ന സമയത്ത് ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ തന്നെ ആയിരിക്കും, 2f തന്നെ ആയിരിക്കും. ആൻഡ് ദി ഇമേജ് വിൽ ബി ഓഫ് സെയിം സൈസ്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ എത്രയാണ് കിട്ടുക, -1 കിട്ടുക. ഇസ് ദാറ്റ് ഓക്കെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഗീവ് ദ സൂട്ടബിൾ ടൈറ്റിൽസ്. എന്താ പറഞ്ഞേ, നമ്മൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്? മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് പെർമനൻറ്റ്, can vary the amount of magnetic field accordingly, require electricity for working, magnetic strength is temporary, not require electricity for working, magnetic strength not decreasing with time, cannot vary the magnetic strength accordingly, magnetic strength is decreasing with time. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് കുറച്ചൊക്കെ ബാർ മാഗ്നറ്റിനെ കുറിച്ചും കുറച്ചൊക്കെ ആരെക്കുറിച്ചാണ്, ഇലക്ട്രോ മാഗ്നറ്റിനെ കുറിച്ചാണ് അല്ലേ. സോ ഹിയർ വി ഹാവ് ബാർ മാഗ്നറ്റിനെയും ഇലക്ട്രോ മാഗ്നറ്റിനെയും കമ്പയർ ചെയ്യാൻ ആര് പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ബാർ മാഗ്നറ്റ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ മതി. റൈറ്റ്, അപ്പോൾ ഏതിലൊക്കെ വരും നോക്കിക്കേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം നമുക്ക്. മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് പെർമനൻറ്റ്. മാഗ്നറ്റിക് സ്ട്രെങ്ത് പെർമനൻ്റ് ആണെങ്കിൽ അതാരായിരിക്കും, ഒരേ എന്നും നിൽക്കുന്ന മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ്. അതായത് ആ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യില്ല, പോവില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന മാഗ്നറ്റ് ഏതാ, ബാർ മാഗ്നറ്റ് ആണ്. എന്താ ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും നമ്മൾ വ്യത്യാസം? ബാർ മാഗ്നറ്റ് ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ് അല്ലേ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് ആണ് ആര്, ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റോ, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രം മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആര്, ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് എ ബാർ മാഗ്നറ്റ്? ബാർ മാഗ്നറ്റ് പെർമനൻ്റ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റ് ആരാണ്, ടെമ്പററി ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് പെർമനൻറ്റ്. മാഗ്നറ്റിക് സ്ട്രെങ്ത് പെർമനൻ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റ് എന്ത് മാഗ്നറ്റ് ആയിരിക്കും, പെർമനൻ്റ് മാഗ്നറ്റ് ആയിരിക്കും. സോ എ സ്റ്റേറ്റ്മെൻറ്റ് ഏതിൽ വരും, ബാർ മാഗ്നറ്റ് വരും. റൈറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ക്യാൻ വാരി ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അക്കോർഡിംഗ്ലി. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എമൗണ്ട് മാറ്റാൻ പറ്റും. അത് നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റിൽ പറ്റുമോ? അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും അല്ലേ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആരിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇലക്ട്രോ മാഗ്നറ്റിൽ ചേഞ്ച് ചെയ്യാം. എങ്ങനെ? നമുക്ക് കറണ്ട് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആരും ചേഞ്ച് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിലെ ഫീൽഡ് അതല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ആരുടെ ഇൻറ്റൻസിറ്റിയും കൂടും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. സോ ബി കംസ് ഇൻ ദി ഇലക്ട്രോ മാഗ്നറ്റ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? റിക്വയർ ഇലക്ട്രിസിറ്റി ഫോർ വർക്കിംഗ്. ആർക്കാ ഇലക്ട്രിസിറ്റി വേണ്ടത്, ബാർ മാഗ്നറ്റിന് ഇലക്ട്രിസിറ്റി വേണോ,
വേണ്ട, അത് ഓൾറെഡി മാഗ്നറ്റാണ്, പെർമനൻറ്റ് മാഗ്നറ്റാണ്. ആർക്ക് പിന്നെ ഇലക്ട്രിസിറ്റി വേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിനായിരിക്കും. സോ സി വിൽ ബി ഇൻ ഇലക്ട്രോ മാഗ്നറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് റിക്വയർ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് ടെമ്പററി. മാഗ്നറ്റിക് സ്ട്രെങ്ത് ടെമ്പററി ആണ്. അപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് ആർക്കാ ടെമ്പററി വരിക? ഫോർത്ത് ഓപ്ഷൻ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇസ് ടെമ്പററി. ആർക്കാ ടെമ്പററി ആയി വരുന്നത് മാഗ്നറ്റിക് സ്ട്രെങ്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ആയിരിക്കും അല്ലേ. മാഗ്നറ്റിക് സ്ട്രെങ്ത് ടെമ്പററി ആവാനുള്ള കാരണം എന്താ? നമ്മൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ഇലക്ട്രോമാഗ്നറ്റ് ഈസ് ജസ്റ്റ് എ കോയിൽ. അപ്പോൾ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൂടെ ആര് പാസ് ചെയ്യണം? കറണ്ട് പാസ് ചെയ്യണം. സോ അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ടെമ്പററി ആയിരിക്കും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? നോട്ട് റിക്വയർ ഇലക്ട്രിസിറ്റി ഫോർ വർക്കിംഗ്. ആർക്ക് ഇലക്ട്രിസിറ്റി വേണ്ടാത്തത്? ബാർ മാഗ്നറ്റ്, ഒബ്വിയസ്ലി, റൈറ്റ്. ബാർ മാഗ്നറ്റിന് എന്ത് വേണമെന്നില്ല? ഇലക്ട്രിസിറ്റി വേണമെന്നില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മാഗ്നറ്റിക് സ്ട്രെങ്ത് നോട്ട് ഡിക്രീസിങ് വിത്ത് ടൈം. ഏതിനാണ് നമ്മൾ മാഗ്നറ്റിക് സ്ട്രെങ്ത്? നമ്മൾ നോർമൽ മാഗ്നറ്റ്സ്, നമ്മൾ എടുക്കുന്ന നോർമൽ മാഗ്നറ്റ്സിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് വരിക? നമ്മൾ കുറേ കാലം ഈ മാഗ്നറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് എന്താവും? അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് വീക്കായി വരും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കാന്തിക ശക്തി ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല, നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ കുറേ ടൈം കഴിയുന്ന സമയത്ത് നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ്സിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താവും? കുറഞ്ഞു പോവും. സോ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് നോട്ട് ഡിക്രീസിങ് വിത്ത് ടൈം ആരായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും, റൈറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യില്ല? നമ്മുടെ ടൈം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യില്ല? മാറില്ല. നമ്മൾ എപ്പോഴാണോ കറണ്ട് കൊടുക്കുന്നത് ആ സമയത്ത് ആരെന്തായിട്ട് ആക്ട് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റ് ഒരു മാഗ്നറ്റായിട്ട് തന്നെ ആക്ട് ചെയ്യും, റൈറ്റ്. അപ്പോൾ നമ്മൾ കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. എന്നാൽ ബാർ മാഗ്നറ്റോ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റിസം പതുക്കെ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? കനോട്ട് വാരി ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് അക്കോർഡിംഗ്ലി. നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് മാറ്റാൻ പറ്റില്ല. ആരുടേതാണ് മാറ്റാൻ പറ്റാത്തത്? ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. നമ്മളവിടെ വേറെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് അത് ഉണ്ടാക്കിയപ്പോൾ എത്രയായിരുന്നു? അത് തന്നെ എന്തുണ്ടാവുള്ളൂ? എത്ര കാലം കഴിഞ്ഞാൽ? കുറേ കാലം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഡിക്രീസിങ് വിത്ത് ടൈം. അതാർക്കാ? ഇലക്ട്രോ മാഗ്നറ്റിനല്ല. അപ്പോൾ ആർക്കാണ്? ബാർ മാഗ്നറ്റിനാണ്. കാരണം എന്താ? കുറേ കാലം കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ബാർ മാഗ്നറ്റ്, പെർമനൻറ്റ് മാഗ്നറ്റ് കുറേ കാലം കഴിയുന്ന സമയത്ത് അതിൻ്റെ മാഗ്നറ്റിസം കുറഞ്ഞ് വീക്കായിട്ട് വരും. സോ ബാർ മാഗ്നറ്റിലാണ് എന്ത്? മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. സോ എച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഏതിൽ വരും? ബാർ മാഗ്നറ്റിൽ വരും. ഓക്കെ, സോ ബാർ മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഏതൊക്കെയാ? ഒന്ന്, ബാർ മാഗ്നറ്റിൽ മാഗ്നറ്റിസം പെർമനൻ്റ് ആണ്, നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതുപോലെയോ നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താണ്? പെർമനൻ്റ് ആണ്. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിലോ മാഗ്നറ്റിക് സ്ട്രെങ്ത് ടെമ്പററി ആണ്. നമുക്ക് കറണ്ട് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെയോ നമുക്ക് അവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്തല്ല? പെർമനൻ്റ് അല്ല, ഇറ്റ് ഈസ് temporary. Okay, what's the next question? Two resistors of 4 ohm and 2 ohm are connected parallel to a 6 volt battery. This is a problematic question. ഏത് ചാപ്റ്ററിലാ? Effects of electric current ചാപ്റ്ററിൽ. So two resistors of 4 ohm and 2 ohm are connected parallel to a 6 volt battery. അപ്പോൾ എന്താ പറഞ്ഞേ? നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഏതിലേക്കാണ്? എത്ര വോൾട്ടേജ് സോഴ്സ്? 6 വോൾട്ട് വോൾട്ടേജ് സോഴ്സിലേക്ക് പാരലലായിട്ട് രണ്ട് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് 4 ohm, ഒന്ന് 2 ohm. സോ ദിസ് ഇസ് 4 ohm, ദിസ് ഇസ് 2 ohm. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്? ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? നമ്മളെങ്ങനെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം പാരലൽ കണക്ഷനിലുള്ള സമയത്ത്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വി ഹാവ് ദ ഇക്വേഷൻ 1/R effective is equal to 1/R1 plus 1/R2 എന്നല്ലേ? അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/R effective is equal to 1/R1 plus 1/R2. അപ്പോൾ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മളെങ്ങനെ കാണും? നമുക്കുള്ളത് 4 ohm 2 ohm ആണ്. സോ 1/R effective is equal to 1/4 plus 1/2 ആണോ? ഇറ്റ് ഈസ് 1/4 plus 1/2 and this is equal to എത്ര വരും? 2 into 1 plus 1 into 4 divided by 4 into 2 and that is equal to 2 plus 4 divided by 8. അപ്പോൾ എത്ര വരും? 2 plus 4 by
8. This is equal to 6 by 8. That is equal to 3 by 4. 3 by 4 എത്ര വരും? ഏകദേശം ആൻസർ എത്ര വരും? ഏകദേശം ആൻസർ എത്ര വരും? നമുക്ക് 3 by 4 ആണോ കാണേണ്ടത്? നമുക്കിപ്പം കിട്ടിയത് എന്താ ശരിക്കും? 1 by R effective ആണ്, റൈറ്റ്? 1 by R effective ഈസ് ഈക്വൽ ടു 3 by 4 എന്നാണ് കിട്ടിയത്. നമുക്ക് എന്താ കാണേണ്ടത്? R effective ആണ് കാണേണ്ടത്. അപ്പം നിങ്ങളിൽ പലരും എന്ത് ചെയ്യും? ഈ R effective വെച്ചാൽ നമുക്ക് 1 by R effective കിട്ടുന്നത് എന്താക്കും? നേരെ കൊണ്ടുപോയിട്ട് ആൻസറിൽ എഴുതും. പക്ഷെ അങ്ങനെ എഴുതാൻ പാടില്ല. 1 by R effective അല്ല നമ്മൾ എഴുതേണ്ടത്, R effective ആണ്. സോ R effective ഈസ് ഈക്വൽ ടു 4 by 3 അല്ലേ? 4 by 3 is equal to 1.33 ohm എന്ന് വരും. സോ R effective is equal to 1.33 ohm. എന്തിൻ്റെ R effective ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലേ? ഈ ഒരു സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ഓം ആണ്? 1.33 ohm ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ടു എ 4 ohm റെസിസ്റ്റർ? ഇതിലുള്ള 4 ohm റെസിസ്റ്ററിന് ഒബ്റ്റെയിൻ ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? ഇതിൽ 4 ohm റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? ഈ 4 ohm റെസിസ്റ്ററിന് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? നമ്മൾ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താ? പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റേഴ്സിന് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, റൈറ്റ്? പക്ഷെ ആര് ഡിഫറെൻ്റ് ആയിരിക്കുക? കറണ്ട് ആയിരിക്കും ഡിഫറെൻ്റ് ഉണ്ടാവുക, റൈറ്റ്? സോ നമുക്ക് എന്തുണ്ടാവും? പാരലൽ റെസിസ്റ്റൻസ് നമുക്ക് 4 ohm ആണെങ്കിൽ 4 ohmന് ഇത് കിട്ടുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും ആർക്കും കിട്ടുക? നമ്മുടെ 2 ohm റെസിസ്റ്ററിനും കിട്ടുക അല്ലേ? 4 ohmന് കിട്ടുന്ന അതേ വോൾട്ടേജ് തന്നെയായിരിക്കും ആർക്കും കിട്ടുക? 2 ohmനും കിട്ടുക. സോ 4 ohmന് എത്ര വോൾട്ടേജ് കിട്ടും? 6 വോൾട്ട് കിട്ടും. 2 ohmന് എത്ര വോൾട്ടേജ് കിട്ടും? എഗെയിൻ 6 വോൾട്ട് കിട്ടും അല്ലേ? അപ്പോൾ 4 ohmന് എത്ര കിട്ടും? 6 വോൾട്ട് കിട്ടും. 2 ohmന് എത്ര തന്നെ കിട്ടും? നമുക്ക് 6 വോൾട്ട് തന്നെ കിട്ടും. കാരണം എന്താ? അവരെ പാരലലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വോൾട്ടേജ് സെയിം ആയിരിക്കും. പക്ഷെ ആര് ഡിഫറെൻ്റ് ആണ്? കറണ്ട് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദി കാൽക്കുലേറ്റ് ദ കറണ്ട് പാസിംഗ് ത്രൂ 2 ohm റെസിസ്റ്റർ? 2 ohm റെസിസ്റ്ററിൽ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന്. ഈ കറണ്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കറിയാം ഈ 2 ohm റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? ദാറ്റ് ഇസ് 6 വോൾട്ട്, റൈറ്റ്? 2 ohm റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് 6 വോൾട്ട് ആണ്. സോ ഈ 2 ohm റെസിസ്റ്ററിന് കിട്ടുന്ന വോൾട്ടേജ് 6 വോൾട്ട്. ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദി കറണ്ട്. കറണ്ട് നമ്മൾ എങ്ങനെയാണ് കാണുക? I is equal to V by R ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6 by 2. ദിസ് ഈസ് ഈക്വൽ ടു 3 ആംപിയർ അല്ലേ? കറണ്ട് നമ്മൾ എങ്ങനെ കാണും? വിത്ത് ഓംസ് ലോ ഇക്വേഷൻ I is equal to V by R. സോ I is equal to V by R ആവുമ്പം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 6 വോൾട്ട്. റെസിസ്റ്റർ എത്രയാണ്? 2 ohm. സോ നമുക്ക് എങ്ങനെ കാണാം? I is equal to V by R and that is equal to 3 ampere. Got it? Next question എന്താ? How much heat will be developed on 4 ohm resistor if current passing through the circuit in 5 minutes? നമ്മുടെ 4 ohm റെസിസ്റ്ററിൽ 5 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണെന്ന്. ഹീറ്റ് കാണാൻ നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ ഏതൊക്കെ ഇക്വേഷൻ ഉണ്ട് നമുക്ക് ഹീറ്റ് കാണാൻ? ഹീറ്റ് കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ H is equal to I square RT, H is equal to V square by R into T, H is equal to VIT. ഇതാണ് നമുക്കുള്ള ഹീറ്റ് പ്രൊഡ്യൂസ്ഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ H is equal to I square into RT, H equal to V square by R into T, H is equal to VIT. അപ്പോൾ നമുക്ക് how much heat will be developed on 4 ohm resistor if current passing through the circuit in 5 minutes. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? വോൾട്ടേജ് ഉണ്ട്, ആൻഡ് എന്തും കൂടെ തന്നിട്ടുണ്ട്? ടൈമും കൂടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കാണാൻ പറ്റും? എത്ര ഹീറ്റാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും, റൈറ്റ്? സോ എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും ഇവിടെ? നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? H is equal to V square by R into T ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ I square RT യൂസ് ചെയ്യാം. കാരണം എന്താ? അവിടെ കറണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 4 ohm റെസിസ്റ്ററിലുള്ള വോൾട്ടേജും ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസും ഉണ്ട്, ടൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? V square by R into T യൂസ് ചെയ്താൽ മതി. സോ H is equal to V square. എത്ര V എന്ന് പറയുന്നത്? 6 ആണ്. സോ 6 into 6 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ? 4 ohm into 5 minutes ആണ്. സോ ഇറ്റ് ഈസ് 5 into 60, റൈറ്റ്? കാരണം എന്താ? 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റ് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മിനിറ്റിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ഈസ് ഈക്വൽ ടു 36 by 4 into 5 into 60 എത്രയാ? 300,
റെഡിയാണോ? ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ദിസ് ഈസ് 9. ദിസ് ഈസ് ഈക്വൽ ടു 1800 എന്ത് വരും? ജൂൾ എന്ന് വരും. സോ 1800 ജൂളായിരിക്കും എന്തിൽ വരിക? നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആയിട്ട് വരിക അല്ലേ? ഹീറ്റ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര നമ്മൾ ജൂൾസിലോ പറയുന്നത് എന്താ? ഹീറ്റ് പ്രൊഡ്യൂസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം അല്ലേ? അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസിൻ്റെ ഇക്വേഷൻ H=V²/R/T യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്ത് കാണാൻ പറ്റും? നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കാണാൻ പറ്റും. വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ. കറണ്ട് ഇസ് അലൗഡ് ടു പാസ് ത്രൂ ദ കോയിൽ PQ. ഇവിടെ നമ്മുടെ ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഏത് ഡയറക്ഷനിലാണ്? P to Q ആണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ P to Q ആണ് ആര് പാസ് ചെയ്യുന്നത്? കറണ്ട് പാസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താ? ഹൗ വിൽ ബി ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ത്രൂ ദ കോയിൽ? ഈ കോയിലൂടെയുള്ള ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എങ്ങോട്ടായിരിക്കും? അപ്പോൾ നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഏത് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഈ ഡയറക്ഷനിൽ ഇലക്ട്രോൺ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും ആര് പോവുക? കറണ്ട് പോവുക. ഓക്കെ, സോ ഇവിടെ P to Q ആണ് ആര് പോണത്? കറണ്ട് പോണത്. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടായിരിക്കും? ഒബ്വിയസ്ലി Q to P ആയിരിക്കും. സോ ഇവിടുത്തെ ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടായിരിക്കും? ഇലക്ട്രോൺ ഫ്ലോ വിൽ ബി ഫ്രം Q to P, റൈറ്റ്? സോ ക്യൂവിൽ നിന്ന് പിയിലേക്കായിരിക്കും ആര് പോണത്? ഇലക്ട്രോൺ ഉണ്ടാവും, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദി ഡയറക്ഷൻ? രേഷ്മ KP, ഹലോ. വാട്ട് ഈസ് ദി ഡയറക്ഷൻ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കോയിൽ? മാഗ്നറ്റിക് ഫീൽഡ്, കോയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണണം. എന്ത് ലോ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷൻ കാണാം? വി ഹാവ് ദി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പഠിച്ചിട്ടുണ്ടാവും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്തിട്ട് ഇതിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് കണ്ടു നോക്കിക്കേ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യും അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഈ ഡയറക്ഷനിൽ പോകും. സോ കറണ്ട് ഈ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്നായിരിക്കും? ജൂൾസ് ലോ പറയാമോ? ജൂൾസ് ലോ പറയാമല്ലോ. എന്താണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്? ജൂൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് നമ്മളിപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യാണ്. ഓക്കെ, ഉദയൻ KP, ഹലോ. അപ്പം നമ്മളൊരു സർക്യൂട്ടിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹീറ്റ് അതിലൂടെ പാസ് ചെയ്തിട്ടുള്ള കറണ്ടിൻ്റെ സ്ക്വയറിന്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് എന്താ? I ആണ്. ഈ I സ്ക്വയറിനും റെസിസ്റ്റൻസിനും ടൈമിനും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ H ഈസ് പ്രൊപ്പോർഷണൽ ടു I²RT. സോ H ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? I²RT ആയിരിക്കും. ഓക്കെ, ഇത് ജൂൾസ് ലോ ആണ് കേട്ടോ. H ഈസ് ഈക്വൽ ടു I²RT ആയിരിക്കും. ഇവിടുന്ന് നമ്മൾ Iയും Rഉം ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു V²/R × T കിട്ടും. H ഈസ് ഈക്വൽ ടു VI × T എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. P to Q ആണ് ആര് പോണത്? ആൻസർ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ജാസിം AS, ക്ലോക്ക് വൈസ്. ഓക്കെ, ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലായിരിക്കും ക്ലോക്ക് വൈസ് ഉണ്ടാവുക? നമ്മൾ പിയിൽ നിന്ന്, പിയുടെ എൻഡിൽ ഇപ്പുറത്ത് പോയി ഞാൻ ക്യൂവിൽ നിന്ന് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ തോന്നുക? ക്ലോക്ക് വൈസ് ആയിരിക്കുമോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമോ? ഞാൻ ക്യൂവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നാൽ പിയിൽ നിന്ന് നോക്കുന്ന സമയത്തോ ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളടുത്ത് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ആംഗിളിൽ നിന്നായിരിക്കും നിങ്ങൾ നോക്കുക. പക്ഷെ അങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ആൻസർ ചെയ്താൻ പാടില്ല. നിങ്ങൾ ആൻസർ ചെയ്തുന്നത് എങ്ങനെയായിരിക്കണം? നിങ്ങളിപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്ത് കണ്ടു. കോയിലുള്ള ഡയറക്ഷൻ കാണുന്ന സമയത്ത് നമ്മൾ ഇൻവേർഡ്, കോയിലിൻ്റെ ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, ക്ലോക്ക് വൈസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാം പേപ്പർ നോക്കുന്ന ആൾ പിയിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ അയാൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസിലാണ്. ക്യൂവിലാണ് നിന്ന് നോക്കുന്നതെങ്കിലോ അയാൾക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. സോ നമ്മളെങ്ങനെ എഴുതണം? P to Qവിൽ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താ? ഫ്രം ഔട്ട്വേർഡ്സ് ടു ഇൻവേർഡ് ടു ദ കോയിൽ, റൈറ്റ്? പുറത്ത് നിന്ന് ഉള്ളിലേക്കാണ് എന്ത് വരിക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. സോ ഫ്രം ഔട്ട്വേർഡ് ടു ഇൻവേർഡ്, ദിസ് വിൽ ബി ദി റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ ലോ ദാറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ദിസ്. ഏത് ലോ വെച്ചിട്ടാണ് നമ്മളത് കാണുക? ഒബ്വിയസ്ലി ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഒരു ലോ ആണ് ഏത്? റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് റൂൾ എന്ന് പറയുന്നത്, റൈറ്റ്? സോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ
ആൻസർ കാണാൻ വേണ്ടി യൂസ് ചെയ്തല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൗ വിൽ ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഹിയർ ബി ഇൻക്രീസ്ഡ്? നമ്മളെങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റാം? ഉദയൻ, ഹലോ, ഹായ്. ഹൗ വിൽ ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ഹിയർ വിൽ ബി ഇൻക്രീസ്ഡ്? എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? ഒന്ന്, ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ ആര് കൂടും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും, റൈറ്റ്? നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ ആര് കൂടും? മാഗ്നറ്റിക് ഫീൽഡ് കൂടും. അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു കോയിൽ എടുത്തു, ഓക്കെ? ആ കോയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു, ഓക്കെ? നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതുപോലെ തന്നെ ഒരു കോയിലും കൂടെ നമ്മൾ എടുത്തു. അപ്പോൾ ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഒരു കോയിലും കൂടെ എടുത്തു, ഇതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഒരു കോയിലും കൂടെ എടുത്തു. അപ്പോൾ എന്തായി? നമ്മൾ കോയിലിൻ്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ആര് കൂടി വരും? മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും. ഇൻക്രീസ് ദ കറണ്ട്, കറക്റ്റ്. അടുത്ത ആൻസറാണ് എന്ത്? ഇൻക്രീസ് ദ കറണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് മാത്രമല്ല, എന്തും കൂടെ കൂട്ടാൻ പറ്റും നമുക്ക്? കറണ്ട് കൂട്ടിയാലും മതി. കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലും ആര് കൂടുവാടാ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കൂട്ടാം? നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം, കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാം, പിന്നെ നമുക്ക് എന്ത് കൂട്ടാം? ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ. നമ്മൾ കോയിലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കൂട്ടാൻ പറ്റും? കറണ്ട് കൂട്ടാൻ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ പറ്റും. പിന്നെ എന്തും കൂടെ കൂട്ടിയാൽ മതി നമുക്ക്? സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്താൽ മതി. എവിടെ? നമ്മുടെ കോയിലിൻ്റെ ഉള്ളിൽ. കോയിലിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. സോ ദർ ആർ 4 ഫാക്ടേഴ്സ് ബേസിക്കലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. എന്ത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള 4 ഫാക്ടേഴ്സ്. കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടാനുള്ള 4 ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ്? ഒന്ന്, ഇൻക്രീസ് ദി നമ്പർ ഓഫ് ടേൺസ്. രണ്ടാമത്തേത്, ഇൻക്രീസ് ദി വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്. മൂന്നാമത്തേത്, ഇൻക്രീസ് ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കോയിൽ. നാലാമത്തേതോ, ഇൻസേർട്ട് എ സോഫ്റ്റ് അയൺ കോർ. മുഹമ്മദ് ജാസിമേസ്, അടിപൊളിയാണല്ലോ, നല്ല അടിപൊളിയായിട്ട് ആൻസർ പറയുന്നുണ്ട്, വെരി ഗുഡ്. ഓക്കെ, സോ ഇൻസേർട്ട് ദി സോഫ്റ്റ് അയൺ കോർ ഇൻ ടു ദി കോയിൽ. ഓക്കെ, ഇത് 4നുമാണ് എന്ത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നൗ വി ആർ എൻ്ററിങ് ഇൻ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എന്താ ഫിഗർ തന്നത്? 2 ബൾബ് ഉണ്ട് അല്ലേ? ഈ കാണുന്നത് ഏതാ? ബൾബാണ്, റൈറ്റ്? സോ 2 ബൾബ് ഉണ്ട്. ഈ ബൾബിൻ്റെ പ്രത്യേകത എന്താ? ഈ ബൾബ് വർക്ക് ചെയ്യുന്നത് 2 വാട്ട് 12 വോൾട്ടിലാണ്. 2 വാട്ട് പവർ, 12 വോൾട്ട് വോൾട്ടേജ്. അപ്പുറത്തെ ബൾബാണെങ്കിലോ 3 വാട്ട് പവറും 12 വോൾട്ട് വോൾട്ടേജിലാണ്. സോ വി ആർ ഗിവിങ് ഹിയർ ദ 12 വാട്ട് വോൾട്ടേജ്, റൈറ്റ്? ഈ ബൾബിനെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ? സീരീസ് ആയിട്ട്. ഇത് റിയൽ ലൈവാണോ അതോ റെക്കോർഡഡ് ലൈവായിട്ട് കാട്ടുന്നതോ? ഇത് റിയൽ ലൈവ് അല്ല. അശ്വിൻ റൈറ്റ്? അശ്വിനെ, ഇത് റിയൽ ലൈവാണ് കേട്ടോ. ഞാൻ നിൻ്റെ കമൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എ വർക്ക് ചെയ്യുന്ന പവർ ഏതാണ്? 2 വാട്ടാണ്, റൈറ്റ്? സോ 12 വോൾട്ടിലാണ് എന്ത് വോൾട്ടേജ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാണ്, റൈറ്റ്? സോ സീരീസ് ആയിട്ട്, അശ്വിൻ സീരീസ് ആണ്, അതെ, സീരീസ് ആയിട്ടാണ് നമ്മൾ ആരെ കണക്ട് ചെയ്തിട്ടുള്ളത്? ബൾബ്സിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചേ? കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ബൾബ് എ ആൻഡ് ബി ഇൻ ദ സർക്യൂട്ട്. നമ്മുടെ സർക്യൂട്ടിലുള്ള ബൾബുകളുടെ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കാകെ തന്നത് ഇവിടെയുള്ള വോൾട്ടേജും നമ്മുടെ ബൾബ് വർക്ക് ചെയ്യുന്ന പവറും വോൾട്ടേജും മാത്രമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെസിസ്റ്റൻസ് കാണാൻ പറ്റും? പവർ തന്ന സ്ഥിതിക്ക് നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? പവർ ഈസ് ഈക്വൽ ടു I²R ഉണ്ട്, പവർ ഈസ് ഈക്വൽ ടു V²/R ഉണ്ട്, പവർ ഈസ് ഈക്വൽ ടു VI ഉണ്ട്. ഓക്കെ, പവർ ഇസ് ഈക്വൽ ടു I²R ഉണ്ട്, പവർ ഇസ് ഈക്വൽ ടു V²/R ഉണ്ട്, പവർ ഇസ് ഈക്വൽ ടു VI ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വോൾട്ടേജും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, ഇല്ലേ? അപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും? പവർ കാണാൻ പറ്റും, റെസിസ്റ്റൻസ് കാണാൻ പറ്റും. സോ വി ഹാവ് പവർ ഇസ് ഈക്വൽ ടു V²/R. കാരണം എന്താ? വോൾട്ടേജും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി? V²/R യൂസ് ചെയ്താൽ മതി. സോ പവർ ഇസ് ഈക്വൽ ടു V²/R. ആൻഡ് അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താ? V²/R ആണ്. സോ V എത്ര? ഇവിടെ നമ്മുടെ ബൾബിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 12. സോ 12 × 12 ഇസ് ഈക്വൽ ടു പവർ. പവർ ദ ഫസ്റ്റ് ബൾബ്, നമ്മൾ ഫസ്റ്റ് ബൾബിൻ്റെ ആട്ടോ നമ്മൾ കാണുന്നത്. ഏതാ ഫസ്റ്റ് ബൾബ്? ഈ ബൾബ്,
ബൾബ് എ. അപ്പോൾ ബൾബ് എ വർക്ക് ചെയ്യുന്ന പവർ എത്രയാണ്? 2 വാട്ട് പവറാണ്, 12 വോൾട്ടാണ് വോൾട്ടേജ്. സോ പവർ ഇസ് ഈക്വൽ ടു 2 is equal to 12 into 12 divided by the resistance. So ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണുന്നത്. റെസിസ്റ്റൻസ് is equal to 12 into 12 divided by 2 വരും, റൈറ്റ്? 12 into 12 divided by 2, that is equal to 144 by 2 എന്ന് വരും, and that is equal to 72 ohm, റൈറ്റ്? ഇത് ആരുടെ റെസിസ്റ്റൻസാ? ഫസ്റ്റ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് എ എന്ന് വരും. സോ 12 എന്തിൻ്റെ ആൻസർ അശ്വിൻ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല 12 എന്താണ്. 12 ഈ ഓക്കെ ഫൈൻ, വോൾട്ടേജ് ആയിരിക്കും അല്ലേ? ഓക്കെ, സോ റെസിസ്റ്റൻസ് എത്ര കിട്ടി? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 12 into 12 divided by 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 144 by 2, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഓം എന്ന് കിട്ടി. ആരുടെ റെസിസ്റ്റൻസ് ആണ്? റെസിസ്റ്റർ എയുടെ റെസിസ്റ്റൻസ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സോറി, നമുക്ക് എന്തും കൂടെ കാണണം, ബിയുടെ റെസിസ്റ്റൻസ് കൂടെ കാണണം അല്ലേ? ബിയുടെ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? Again, power is equal to V square by R. R is equal to V square by P. നമ്മുടെ രണ്ടാമത്തെ ബൾബിൻ്റെ പവർ എത്രയാ? 3 വാട്ടാണ്, ആൻഡ് വോൾട്ടേജ് ഇസ് 12. സോ 12 into 12 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്ര വരും? 144 by 3 എന്ന് വരും. എത്ര ഓം വരും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 48, റൈറ്റ്? 48. ദിസ് വിൽ ബി 48 ഓം. അപ്പോൾ എത്ര വരും? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 48 ഓം എന്ന് വരും. എത്ര വരും? നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് ദി ഏത് ബൾബാ? സെക്കൻഡ് ബൾബ്, ബൾബ് ബി. ബൾബ് ബിയുടെ റെസിസ്റ്റൻസ് ആണ് എന്ത്? എത്ര വരിക? 48 ഓം എന്ന് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് എത്ര കിട്ടി? 72 ഓം എന്ന് കിട്ടി, ബൾബ് എ. സെക്കൻഡ് ബൾബ് ബിയുടെ റെസിസ്റ്റൻസ് എത്ര കിട്ടി? 48 ഓം എന്ന് കിട്ടി. ദിസ് ഇസ് ദി റെസിസ്റ്റൻസ് ഓഫ് ബൾബ് ബി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ രണ്ട് ബൾബിൻ്റെയും റെസിസ്റ്റൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ത്രൂ ദീസ് ബൾബ്സ്. ഈ രണ്ട് ബൾബിലൂടെയുള്ള കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കാണണം. എങ്ങനെ നമ്മൾ കാണുക? നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ? വോൾട്ടേജ് ഉണ്ട്, ഇവരുടെ റെസിസ്റ്റൻസും ഉണ്ട്, റൈറ്റ്? അപ്പം നമുക്ക് എന്തുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? രണ്ടിൻ്റെയും ആഡപ്പ് ആയിരിക്കും. ആൻഡ് ഓൾസോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സെയിം ആയിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും. ആര് ഡിഫറെൻ്റ് ആയിരിക്കും? വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇവിടെ നമ്മൾ രണ്ട് ബൾബിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ആരാടാ സെയിം ഉണ്ടാവുക? ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? കറണ്ട് ആണോ വോൾട്ടേജ് ആണോ? ഏതാ ഇവിടെ സെയിം ഉണ്ടാവുക? ഇസ് ദാറ്റ് കറണ്ട് ഓർ വോൾട്ടേജ്? ഇവിടെ സെയിം ആയിട്ടുണ്ടാവുക ആരായിരിക്കും? ഇറ്റ് വിൽ ബി കറണ്ട്. ഓക്കെ, റെസിസ്റ്റർ എക്കും റെസിസ്റ്റർ ബിക്കും സെയിം ആയിട്ട് ആരാ ഉണ്ടാവുക? കറണ്ട് ആയിരിക്കും സെയിം ഉണ്ടാവുക. അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താ? കാൽക്കുലേറ്റ് ദി ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ത്രൂ ദീസ് ബൾബ്സ്. ഈ രണ്ട് ബൾബിലുള്ള ഈ കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടാൽ മതി അല്ലേ? എങ്ങനെ കാണാം നമുക്ക്? ഈ രണ്ട് റെസിസ്റ്ററിൻ്റെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരുന്നോ അവിടുത്തെ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? കറണ്ട് കാണാൻ പറ്റും. സോ വി ഹാവ് വി ഈസ് ഈക്വൽ ടു 12 വോൾട്ട്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു ഹായ് തരുമോ മാം? ഹലോ ഷിജി കെ, ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാണാം? നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2, റൈറ്റ്? അപ്പോൾ നമ്മൾ ബൾബ് എയുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 72 ഓം ആണ്. ബൾബ് ബിയുടെ റെസിസ്റ്റൻസ് എത്രയാണ്? 48 ഓം ആണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? സോ 72 ഓം ഉണ്ട്, 48 ഓം ഉണ്ട്. അപ്പോൾ നമ്മളെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 72 പ്ലസ് 48 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? ദാറ്റ് ഈസ് ഈക്വൽ ടു 120, റൈറ്റ്? 120 ഓം ആയിരിക്കും എന്ത്? ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഹായ് തഷിജിക്ക് ഞാൻ ഹായ് തന്നല്ലോ. ഓക്കെ, സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2. സോ R1 ഇസ് ഈക്വൽ ടു 72 ഓം, R2 ഇസ് ഈക്വൽ ടു 48 ഓം. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? ആഡിങ് അപ്പ് ദീസ് ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഓം. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? കറണ്ട് കാണാനാണ്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? I ഈസ് ഈക്വൽ ടു V by R. What is the voltage here? 12 divided by what is the resistance here? 120, and that is equal to 1 by 10, which is equal to 0.1 ampere. അല്ലേ? 1 by 10 is equal to 0.1, right? So 1 by 10 is equal to 0.1 ampere ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി?
ഈ ടോട്ടൽ സർക്യൂട്ടിൽ റൺ ചെയ്യുന്ന കറണ്ട് കിട്ടി. ഈ ടോട്ടൽ സർക്യൂട്ടിൽ 0.1 ആംപിയർ റൺ ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഏത് അപ്ലയൻസിലേക്കും എന്തായിരിക്കും? സെയിം കറണ്ട് ആയിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇവിടുന്ന് 0.1 ആംപിയർ പോയി കഴിഞ്ഞാൽ അത് ഈ 2 വാട്ട് ബൾബിലേക്കും 3 വാട്ട് ബൾബിലേക്കും എത്ര തന്നെ എത്തുക? സെയിം 0.1 ആംപിയർ ആയിരിക്കും എത്തുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ്. വിച്ച് ബൾബ് ഗ്ലോസ് വിത്ത് മോർ ഇൻറ്റൻസിറ്റി? ഏത് ബൾബായിരിക്കും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുക? നിങ്ങളത് നോക്കി പറഞ്ഞേ. ഏത് ബൾബായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്നത്? നമ്മുടെ 2 വോൾട്ട് ബൾബായിരിക്കുമോ 3 വോൾട്ട് ബൾബായിരിക്കുമോ? എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഏത് ബൾബായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്നത്? ഏതാ നമ്മൾ യൂസ് ചെയ്യുക? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മാനദണ്ഡം എന്താ? ഏത് ബൾബായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യാൻ? നിങ്ങൾ ചിലപ്പോൾ നോക്കും എന്ത് 2 വാട്ട് ബൾബും 3 വാട്ട് ബൾബാണ്. നമുക്ക് കൂടുതൽ പവർ ആയിരിക്കാം 3 വാട്ടിനാണ്. അപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ 3 വാട്ട്. അങ്ങനെ എഴുതാൻ പാടുണ്ടോ? അങ്ങനെ എഴുതാൻ പാടില്ല. ഇവിടെ ശരിക്കും ഏത് ബൾബായിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ ഗ്ലോ ചെയ്യാന്നറിയോ? 2 വാട്ട് ബൾബാണ്. കാരണം എന്താ? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഗുഡ് ജാസിം, ഗുഡ്. എ ആയിരിക്കും മോർ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ കാണുക? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് പാരലൽ ആണെങ്കിൽ പ്രശ്നമല്ല. പാരലൽ ആണെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്താ? കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ ആര് ഡിഫറെൻ്റ് ആണ്? വോൾട്ടേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തിൽ ഡിഫറൻസ് വരും? ഇൻറ്റൻസിറ്റിയിൽ ഡിഫറൻസ് വരും അല്ലേ? നിങ്ങൾ വീട്ടിൽ വോൾട്ടേജ് കുറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ബൾബിനൊക്കെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാലോ പവർ കുറവാകുമ്പം, റൈറ്റ്, ഐ എം സെയിങ് ദാറ്റ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വോൾട്ടേജ് കുറവുന്ന സമയത്ത് ബൾബിനൊക്കെ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങോട്ട് കുറയും അല്ലേ? ബൾബിൻ്റെ കത്തലിനൊക്കെ ഒരു ചേഞ്ച് വരും. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ആയിരിക്കും എന്തിൽ? നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കുറയുന്ന സമയത്ത് എന്താ സംഭവിക്കാമെന്നറിയോ? പവർ ഡിസിപ്പേഷൻ കൂടും. ഓക്കെ, പവർ ഡിസിപ്പേഷൻ കൂടും എന്ന് വെച്ചാൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടുത്തെ പവർ ഡിസിപ്പേഷൻ കൂടുതലാണ് ഉണ്ടാവുക. കാരണം എന്താ? അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. എന്തിൽ? നമ്മൾ കണക്ട് ചെയ്യുന്ന ബൾബിൻ്റെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ബൾബ് നമ്മൾ കുറഞ്ഞ പവറുള്ള ബൾബായിരിക്കും എന്ത് ചെയ്യുക? കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, കുറഞ്ഞ പവറുള്ള ബൾബായിരിക്കും കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുക. കാരണം എന്താ? നമ്മൾ നമ്മൾ പറഞ്ഞു സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് സെയിം കറണ്ട് ആയിരിക്കും. ഓക്കെ, സെയിം കറണ്ട് ആയിരിക്കും. സെയിം കറണ്ട് ആവുന്ന സമയത്ത് എന്താവും? അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ I = V/R ആണ്. അപ്പോൾ ഈ R കുറയുന്ന സമയത്ത് Iനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആര് കൂടും? നമ്മുടെ R കൂടില്ല, ഇവിടെ സീരീസ് അല്ലേ. സോ R എന്ത് ചെയ്യില്ല? കുറയലല്ല, R കൂടുതലാണ് കേട്ടോ. R കൂടും, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും നമ്മൾ സീരീസ് ആക്കി കണക്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വോൾട്ടേജ് കുറയണം. എന്തിന്? ഈ കറണ്ടിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് വോൾട്ടേജ് എന്ത് ചെയ്യും? കുറയും. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? വോൾട്ടേജ് ഡ്രോപ്പാണ്. സോ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? പവർ ഡിസിപ്പേഷൻ കൂടും. പവർ ഡിസിപ്പേഷൻ കൂടുതൽ ഉണ്ടാവൽ ആർക്കായിരിക്കും? പവർ കുറഞ്ഞ ബൾബാണ് കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ബൾബാണ് കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ പവർ കുറഞ്ഞ ബൾബായിരിക്കും എന്ത് ചെയ്യുക? കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുക. റെഡിയാണോ? സോ ബൾബ് എ ആയിരിക്കും ഇവിടെ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്ന ബൾബ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് വെൻ കണക്ടിങ് ദീസ് ബൾബ് പാരലൽ. ഇതന്നെ എന്തറിയാൻ പറ്റും? ബൾബ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ പാരലൽ കണക്ഷനാണ്. എന്തിനാണ് പാരലൽ കണക്ഷൻ കൊടുക്കുന്നത്? എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ കണക്ഷൻ കൊടുക്കുന്നത് അല്ലേ? പാരലൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ? അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പും വോൾട്ടേജ് ഗെയിനും ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ എന്തായിരിക്കും? വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് സെയിം ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാ ബൾബും ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബൾബിന് നമ്മളിപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ 2 ബൾബിനെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ബോത്ത് ദീസ് ബൾബ് വുഡ് ഗ്ലോ വിത്ത് ഈക്വൽ ഇൻറ്റൻസിറ്റി. 2 ബൾബും എന്തായിരിക്കും? ഒരേ ഇൻറ്റൻസിറ്റിയിലായിരിക്കും ഗ്ലോ ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിവിടെ കണ്ടൊരു സ്വിച്ച് കണ്ടോ? ഈ ബൾബിനെ നമ്മളെന്താണ് 2 പേരെയും നമ്മൾ ഒരൊറ്റ സ്വിച്ച് വെച്ചിട്ടാണ് പാരലൽ കണക്ഷൻ, കറണ്ട് ഡിഫറെൻറ്റ്, സെയിം വോൾട്ടേജ്. യെസ്,
കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, പവർ ഡിസിപ്പേഷൻ വ്യത്യസ്തമായിരിക്കില്ല. നമ്മുടെ ബൾബ് എന്തായിരിക്കും, സെയിം ഇൻറ്റൻസിറ്റിയിൽ 2 ബൾബും ഗ്ലോ ചെയ്യും കേട്ടോ. സോ ഈ പിന്നെ ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീട്ടിൽ ഇപ്പം പാരലൽ കൊടുത്തിട്ടില്ല, സീരീസാണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഒരു റൂമിലെ ലൈറ്റ് പോയി ഓഫ് ആക്കുമ്പോൾ എല്ലാ റൂമിലും ലൈറ്റ് പോകും, ഒരു റൂമിൽ ലൈറ്റ് ഇടുമ്പോൾ എല്ലാ റൂമിലും ലൈറ്റ് വരും. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് സീരീസ് കണക്ഷനിൽ നമ്മുടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ഒബ്ജക്ട്സിന് ഡിഫറെൻറ്റ് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻറ്റ് സ്വിച്ച് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം, പാരലായിട്ട് കണക്ട് ചെയ്യണം. സോ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള 2 ബൾബിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, 2 ബൾബിനെ 2 സ്വിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് കണക്ടിങ് ദീസ് ബൾബ് പാരലൽ. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, സോ ഫോക്കസ് മോർ ഓൺ യുവർ തിയറീസ്. നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാംസ് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുക, A+ നല്ല സൂപ്പറായിട്ട് വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, ബൈ ആൻഡ് സീ യു.